മലങ്കര കാതലിക് ടിവിയുടെ കാറ്റക്കിസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തീയ ധാർമ്മികതയെക്കുറിച്ചും 1 മുതൽ 5 വരെയുള്ള കൽപ്പനകളെക്കുറിച്ചുമാണ് കഴിഞ്ഞ പരമ്പരകളിൽ നാം കണ്ടത്. ഈ പരമ്പരയിൽ 6 മുതൽ 10 വരെയുള്ള കൽപ്പനകളാണ് നാം കാണാൻ പോകുന്നത്. ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. 6ഉം 9ഉം കൽപ്പനകൾ ഒരുമിച്ചും 7ഉം 10ഉം കൽപ്പനകൾ ഒരുമിച്ചുമാണ് നാം കാണാൻ പോകുന്നത്. അവ തമ്മിൽ സാമ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. 8ാമത്തെ കൽപ്പന വേറെയായും നാം കാണും. 6ഉം 9ഉം കൽപ്പനകൾ: വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഇത് രണ്ടും ഒരുപോലെ പോകുന്ന കൽപ്പനകളാണ്. ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് ഉള്ളതാണ് ഈ കൽപ്പനകൾ. 1 മുതൽ 3 വരെയുള്ള കൽപ്പനകൾ ദൈവവുമായുള്ള ബന്ധം, ദൈവത്തോടുള്ള കടമകൾ നമ്മെ ഓർമ്മപ്പെടുത്തി. അതുപോലെ 4ാമത്തേത് കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ സാമൂഹിക മാനങ്ങൾ നാം കണ്ടു. ഈ കൽപ്പനകളിൽ പ്രത്യേകിച്ച് ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് ഉള്ള ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കൽപ്പനകളാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും ദാമ്പത്യ വിശുദ്ധിയുടെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നതാണ് ഈ കൽപ്പനകൾ. ലൈംഗികതയും വിവാഹവുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ധാർമ്മികതയിൽ ലൈംഗികത എന്ന് പറയുന്നത് വിവാഹത്തോട് ബന്ധപ്പെട്ടും, വിവാഹമാകട്ടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലും ആണ് മനസ്സിലാക്കുന്നത്. ലൈംഗികത ദൈവദാനമാണ്. അതിന് ദൈവനിശ്ചിതമായ ഒരു ലക്ഷ്യമുണ്ട്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം തന്നിരിക്കുന്ന ദാനമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതുപോലെ അതിനൊരു നിശ്ചിത ലക്ഷ്യവും ഉണ്ട്. ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? കൗദാശിക വിവാഹത്തിന് ഉള്ളിൽ മാത്രമാണ് ലൈംഗികതയ്ക്ക് അർത്ഥമുള്ളത്. അതുപോലെ സന്താന ഉൽപാദനം എന്ന ലക്ഷ്യവും ലൈംഗികതയ്ക്ക് ഉണ്ട്. ദൈവദത്തമായ, ദൈവദാനമായ ഈ കഴിവ് ദൈവം തന്നിരിക്കുന്നത് കൗദാശിക വിവാഹത്തിനുള്ളിൽ മാത്രം ഉപയോഗപ്പെടുത്തുവാനും ഉദ്ദേശിച്ചുകൊണ്ടും, അതുപോലെ സന്താന ഉൽപാദനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുമാണ്. സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കാനും ആ സ്നേഹ നിറവിൽ സന്താനങ്ങൾ ഉണ്ടാകുവാനുമായി ദൈവം നൽകിയ ദാനമാണ് ലൈംഗികത എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവ് ഉണ്ട്, ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആ സ്നേഹത്തിൻ്റെ നിറവിൽ, സ്നേഹത്താൽ നിറഞ്ഞ് പരസ്പരം ദാനം ചെയ്യുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഫലമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ദൈവം ലൈംഗികത എന്ന ദാനം മനുഷ്യന് നൽകിയിരിക്കുന്നത് എന്നാണ് അർത്ഥം. അവിടെ പുരുഷനും സ്ത്രീയും തമ്മിൽ ഉള്ള ബന്ധത്തിൻ്റെ ഉള്ളിലാണ് നാം അതിനെ കാണുന്നത്. ലൈംഗികതയുടെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അർത്ഥം. സ്ത്രീയും എന്നല്ല നമ്മുടെ നിർവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുരുഷനും പുരുഷനും അല്ല, സ്ത്രീയും മൃഗവുമല്ല, പുരുഷനും മൃഗവുമല്ല, തന്നെയും അല്ല. തന്നെ വിവാഹം കഴിക്കുന്ന ന്യൂസൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ചിലപ്പോൾ സോളോഗമി എന്ന് പറയും. ഒരാളെ അയാളെ തന്നെ വിവാഹം കഴിക്കുന്നു. സ്ത്രീയും മരത്തെ കല്യാണം കഴിച്ച ന്യൂസ് നമ്മൾ ഒക്കെ അറിയാറുണ്ട്. പുരുഷനും മരവും തമ്മിലല്ല. അതുപോലെ സ്ത്രീയും റോബോട്ടും പുരുഷനും റോബോട്ടും ഏതെങ്കിലും യന്ത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലോ ഒന്നുമല്ല ലൈംഗികതയെ നാം കാണേണ്ടത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉള്ളിലാണ് ലൈംഗികതയുടെ അർത്ഥം നാം കണ്ടെത്തേണ്ടത്, അതിന് പുറത്ത് അല്ല. സമൂഹത്തിൽ ഇതെല്ലാം, മറ്റ് ബന്ധങ്ങളെല്ലാം തന്നെ വൈവിധ്യങ്ങളായിട്ട് കാണുകയും അംഗീകരിക്കുകയും ആഘോഷമാക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണാറുണ്ട്. ഈ മറ്റ് കാര്യങ്ങളെല്ലാം, മറ്റു തലത്തിലുള്ള ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധത്തിന് പുറത്തുള്ള ബന്ധങ്ങളും വൈവിധ്യങ്ങളാണെന്ന് കരുതി അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണാറുണ്ട്. പക്ഷേ സഭയുടെ നിലപാടനുസരിച്ച് ഇതെല്ലാം വൈകൃതങ്ങളാണ്, വഴിതെറ്റലുകളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പരസ്പര പൂരകങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും വ്യത്യസ്തരാണ്, പക്ഷേ ഒരാൾ മറ്റൊരാളിൻ്റെ പൂർണ്ണതയ്ക്ക് അവശ്യ ഘടകമാണ്. രണ്ടുപേരും ചേർന്ന് ഒരു യാഥാർത്ഥ്യമാകുന്നു എന്നതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു,
തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനും ചേർന്നാണ് ഒരു മനുഷ്യ വ്യക്തി പൂർണ്ണമാകുന്നത് എന്നർത്ഥം. പരസ്പര പൂരകത്വം അവിടെയുണ്ട്, സ്ത്രീയിലും പുരുഷനും, സ്ത്രീ പുരുഷ ബന്ധത്തിൽ. മറ്റിടത്തൊന്നും അങ്ങനെ പരസ്പര പൂരകത്വം അവിടെ കാണുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, വിവാഹം ദൈവസ്ഥാപിതമാണ്. ആദ്യം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ആദ്യമായി ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവസ്ഥാപിതമാണ്, സാമൂഹികമായ ഒരു ക്രമീകരണം അല്ല എന്ന് നാം മുൻപ് തന്നെ കണ്ടതാണ്. അവിടെ പൂർണ്ണവും ആയുഷ്കാലം നീണ്ടു നിൽക്കുന്നതുമായ ഉഭയദാനമാണ് വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും നടത്തേണ്ടത്. ദാനം പൂർണ്ണമായിരിക്കണം, ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതും ആയിരിക്കണം. കൂദാശപരമായ വിവാഹത്തിൽ ഏർപ്പെട്ട സ്ത്രീയും പുരുഷനും പരസ്പരം പൂർണ്ണമായി നൽകാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സഭ യാതൊരുവിധ ഗർഭനിരോധന ഉപാധികളെയും പ്രോത്സാഹിപ്പിക്കാത്തത്, ശരിയാണെന്ന് അംഗീകരിക്കാത്തത്. കാരണം അവിടെയെല്ലാം പൂർണ്ണമായ സ്വയം ദാനം നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു തടസ്സം വെച്ചിട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പൂർണ്ണമായ നൽകൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കരുത് എന്ന് സഭ ആവശ്യപ്പെടുന്നത്. ആയുഷ്കാലം നീണ്ടു നിൽക്കുന്നതുമായ ഉഭയദാനമാണ്. ഒരു ഭാര്യയും ഒരു ഭർത്താവും ജീവിതകാലം മുഴുവൻ, ഒരാളിൻ്റെ മരണം വരെ ആ ബന്ധം തുടരാനുള്ളതാണ്. പൂർണ്ണദാനം അത് കുറച്ച് നാളത്തേക്കുള്ളതല്ല, ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ഒരു ഉഭയദാനമാണ് വിവാഹത്തിൽ ഉദ്ദേശിക്കുന്നത്. ഏക ഭാര്യാത്വം, ഏക ഭർത്തൃത്വം. ഒരു ഭാര്യ ഒരു ഭർത്താവ് ജീവിതകാലം മുഴുവൻ അവർ തമ്മിൽ യോജിച്ചിരിക്കണം എന്നുള്ളതാണ് ഏക ഭാര്യത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ജീവിത പങ്കാളി മാത്രമേ ഒരാൾക്ക് പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം അവിഭാജ്യത. വിവാഹത്തിന്റെ അവിഭാജ്യത എന്ന് പറയുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല എന്നുള്ള യേശുവിൻ്റെ പഠനത്തെ അടിസ്ഥാനമാക്കിയാണ്. ദൈവമാണ് വിവാഹത്തിൽ ദമ്പതികളെ യോജിപ്പിക്കുന്നത്. ഭാര്യയെയും ഭർത്താവിനെയും യോജിപ്പിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം വേർപെടുത്തുമ്പോൾ മാത്രമേ അത് വേർപെടുത്തപ്പെടാവൂ. അതുവരെ മനുഷ്യനായിട്ട് അതിനെ വേർപെടുത്താൻ പാടില്ല. ജീവിത പങ്കാളികൾ തമ്മിൽ ആലോചിച്ചോ അല്ലെങ്കിൽ പുറമേ നിന്ന് ആരെങ്കിലുമോ അതിനെ വേർപെടുത്താനായിട്ട് പാടില്ല. അവിഭാജ്യത എന്ന് പറയുമ്പോൾ അതാണ്, കർത്താവിൽ ഒന്നിച്ചു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ഒരു ഭാര്യയും ഒരു ഭർത്താവും ജീവിതകാലം മുഴുവനും പരസ്പരം ഒന്നായിരിക്കുകയാണ്. കർത്താവിലാണ് അവർ ഒന്നായിരിക്കുന്നത്. അതാണ് അവിഭാജ്യതയ്ക്കുള്ള അടിസ്ഥാനം. ക്രിസ്തുവിൽ ആരംഭിച്ച വിവാഹം ഒരിക്കലും വേർപെടുത്താനാവില്ല. വിവാഹബന്ധം നിത്യമായ ഒന്നാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ എന്ന് യേശുവും, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹായും പഠിപ്പിക്കുന്നുണ്ട്. തിരുസഭയും അതിൻ്റെ വെളിച്ചത്തിൽ, വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് സഭയും കർത്താവിൽ ഒന്നിച്ച ഭാര്യയും ഭർത്താവും ജീവിതകാലം മുഴുവൻ വേർപിരിയരുത് എന്ന് പറയുന്നത്, മരണം വരെ വേർപിരിയരുത് എന്ന് ആവശ്യപ്പെടുന്നത്. ലൈംഗികതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ കാര്യങ്ങൾക്കും സ്വാഭാവികമായ ഒരു തലമുണ്ട്, അതിസ്വാഭാവികമായ ഒരു തലവുമുണ്ട്. സ്വാഭാവികമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് മനുഷ്യന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്വയം ദാനം ചെയ്യാനുമുള്ള പരിധിയില്ലാത്ത ആഗ്രഹം എല്ലാ മനുഷ്യരിലും ഉണ്ട്. ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണത്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ശാരീരികമായിട്ടും പൂർണ്ണമായിട്ട് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുവാനും ഉള്ള ഒരു പ്രവണത അത് എല്ലാവർക്കും ഉണ്ട്. ഓരോ വ്യക്തിക്കും അതിൻ്റെ തീക്ഷ്ണത ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാം, പക്ഷേ അടിസ്ഥാനമായിട്ട് ആ പ്രവണത സ്വാഭാവികമായിട്ട് ഉണ്ട്. അതുകൊണ്ട് നാം എന്തെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, പല ചിന്താഗതികളൊക്കെ വായിക്കുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ നാം കേൾക്കുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അത് അവർ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ ശരിയായിരിക്കാം. ഒരു പുരുഷന് ഒരു ഭാര്യയുമായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയുക സാധ്യമല്ല. മനുഷ്യൻ സ്വാഭാവികമായിട്ട് പലരുമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവുള്ളവനാണ്, സാധ്യതയുള്ളവനാണ്, അങ്ങനെയുള്ള ഒരു പ്രവണത അവനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ അസത്യമില്ല, സത്യമാണ്. സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ അതെല്ലാം ശരിയാണ്. എല്ലാ മനുഷ്യരിലും അങ്ങനെ ഒരു പ്രവണതയുണ്ട്, അത് ദൈവദത്തമായ പ്രവണതയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ആ സ്വാഭാവിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗികതയോടുള്ള കാഴ്ചപ്പാട്. അതാണ് വ്യത്യാസം. വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ അതിസ്വാഭാവികമായൊരു തലം കൂടി അതിനുണ്ട്. അതെന്താണ്? ദൈവഹിതം ഇതാണ്,
കൗദാശിക വിവാഹത്തിനുള്ളിൽ മാത്രം സ്വയം ദാനം ചെയ്യുന്ന സ്നേഹമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നതാണ് അതിസ്വാഭാവികമായൊരു തലം. സ്വാഭാവികമായിട്ടുള്ള പ്രവണതകളെ എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് അതിസ്വാഭാവിക തലം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നതും നമ്മുടെ സ്വാഭാവിക പ്രവണതകൾ ഒരു സൈഡിൽ, ഒരു വശത്തുണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം വേറൊരു വശത്താണ്. രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായ തലവും ദൈവത്തിൻ്റെ ഇഷ്ടവും. ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നാം നമ്മുടെ പ്രവണതകളെ അനുരൂപപ്പെടുത്തുമ്പോൾ ആണ് ലൈംഗികതയുടെ ശരിയായ ഉപയോഗം സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്വാഭാവികവും അതിസ്വാഭാവിക തലവും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം വിവാഹ ജീവിതത്തെക്കുറിച്ചും സമർപ്പിത ജീവിതത്തെക്കുറിച്ചും പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, ഈ സ്വാഭാവിക മാനുഷിക പ്രവണതകൾ ഉള്ള മനുഷ്യരാണ് ചിലർ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. മരണം വരെ ഒരു ജീവിത പങ്കാളിയുമായി മാത്രം ശാരീരികമായ സ്നേഹം വെച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം എന്ന് തീരുമാനിക്കുന്നു. വേറൊരു കൂട്ടർ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ലൈംഗികതയുടെ ശാരീരികമായ പ്രകടനപരമായിട്ടുള്ള സ്നേഹം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാവരും തന്നെ ഈ സ്വാഭാവിക പ്രവണതകളുടെ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായ മനുഷ്യന്റെ സ്വാഭാവികതയ്ക്ക് എതിരല്ലേ? പ്രകൃതി വിരുദ്ധമായ ഒരു ജീവിത ശൈലിയല്ലേ? അല്ലെങ്കിൽ മനുഷ്യന് സാധിക്കാത്ത ഒരു കാര്യമല്ലേ അവിടെ സഭ ആവശ്യപ്പെടുന്നത്? വിവാഹ ജീവിതത്തിലൂടെയും സമർപ്പിത ജീവിതത്തിലൂടെയും പൗരോഹിത്യത്തിലും ഒക്കെ ഈ ലൈംഗികതയുടെ അടിച്ചമർത്തൽ നടക്കുന്നില്ലേ? വിവാഹത്തിലായാലും അത് ഒരാളിൽ മാത്രം ഒതുക്കണം, അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും ഒന്നും അത് സപ്രസ് ചെയ്യപ്പെടുന്നില്ലേ, അടിച്ചമർത്തുന്നില്ലേ? പ്രകൃതിക്ക് വിരുദ്ധമല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് സാധ്യമായ കാര്യമാണെന്ന് പറയാനുള്ള കാരണം എന്താ? സ്വാഭാവികമായിട്ടുള്ള ഈ ആവശ്യങ്ങളെ അല്ലെങ്കിൽ സ്വാഭാവികമായ ഈ മാനുഷിക പ്രവണതകളെ ദൈവകൃപയുടെ സഹായത്താൽ ദൈവ പദ്ധതിക്ക് വിധേയപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്താനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്നതാണ് അവിടെ ഇതിനെ ന്യായീകരിക്കുന്ന ഒരു തത്വം. അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്. ഈ സ്വാഭാവിക പ്രവണതകളെ ദൈവ ഇഷ്ടം അനുസരിച്ച് ക്രമപ്പെടുത്താനുള്ള കഴിവ് മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. അതിനുള്ള ഉത്തരവാദിത്വവും മനുഷ്യന് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്വാഭാവിക മാനുഷിക പ്രവണതകളുള്ള മനുഷ്യർ തന്നെയാണ് വിവാഹം എന്ന കൂദാശയിലൂടെ പരസ്പരം മരണം വരെ ഒരു ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ വിശ്വസ്തയായിരുന്നു കൊള്ളാം എന്ന തീരുമാനത്തിലേക്ക് കടന്നു വന്ന് ദൈവിക പദ്ധതിയോട് ചേർന്നത്. അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും ഈ സ്വാഭാവിക പ്രവണതകളെ അതിജീവിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയോട് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്താം എന്ന് തീരുമാനിച്ച് സ്വയം ദൈവഹിതത്തിന് ദൈവകൃപയ്ക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ശരീരങ്ങളിലും, മനുഷ്യരായിട്ട് ജനിച്ചവരുടെ എല്ലാ ശരീരങ്ങളിലും ഒരു അവയവങ്ങളുടെ നിയമമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. അങ്ങനെ ഒരു നിയമം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായിട്ട് ആരോഗ്യമുള്ള നന്നായിട്ട് വളരുന്ന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ശരീരത്തിലുള്ള അവയവങ്ങളുടെ നിയമം എന്ന് പറയുന്നത്. അതേസമയം ദൈവിക നിയമം ഉണ്ട്. ദൈവിക നിയമം ആവശ്യപ്പെടുന്ന അത് നമ്മുടെ 10 കൽപ്പനകളിലൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ നിയമം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിയമമുണ്ട്. അപ്പോൾ ഈ 2 നിയമങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ നിയമം, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ശാരീരികമായിട്ട് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും ഒക്കെയുള്ള ഒരു ത്വര അല്ലെങ്കിൽ ആഗ്രഹം ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. ദൈവത്തിൻ്റെ നിയമം ആ മറുപുറത്തുണ്ട്. ഇത് രണ്ടും എപ്പോഴും മല്ലടിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. എപ്പോഴും ഇവ തമ്മിൽ യുദ്ധത്തിലാണെന്ന് തോന്നും, പിടിവലിയാണ്. അപ്പോൾ ആരാണ് ജയിക്കുന്നത്? അവയവങ്ങളുടെ നിയമമാണോ ജയിക്കുന്നത്? ദൈവത്തിൻ്റെ നിയമം നമ്മിൽ ജയിക്കുമോ എന്നതാണ് ഇവിടെ ചോദ്യം. സ്വാഭാവികമായിട്ട് അവയവത്തിൻ്റെ നിയമം എന്ന് പറയുമ്പോൾ അവിടെ ഉൾപ്പെട്ടിരിക്കുന്നത് വികാരങ്ങൾ, ഭാവനകൾ, നമ്മുടെ അടിസ്ഥാന പ്രവണതകൾ ഇതൊക്കെയാണ്. അതിനനുസരിച്ച് മാത്രം നാം ജീവിക്കുമ്പോൾ ഈ അവയവങ്ങളുടെ നിയമം ശക്തമാകും. അവയവങ്ങളുടെ നിയമം അനുസരിച്ച് നാം ജീവിക്കാനും ഇടയാകും. അതേസമയം ദൈവിക നിയമം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബോധത്തെയാണ് പ്രകാശിപ്പിക്കേണ്ടത്. ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ബോധം പ്രകാശിപ്പിക്കപ്പെടണം. അതുകൊണ്ടാണ് നീതിമാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ രാവും പകലും ധ്യാനിക്കുന്നു എന്ന് പറയുന്നത്.
ഈ കൽപ്പനകളെക്കുറിച്ചുള്ള ഓർമ്മ, ഈ കൽപ്പനകളെക്കുറിച്ചുള്ള ബോധം, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ബോധം എത്രമാത്രം ശക്തമാകുമോ അത്രയും നമ്മുടെ വികാരങ്ങളും ഭാവനകളും പ്രവണതകളും അവയവങ്ങളുടെ നിയമം ബലഹീനമാകും. വികാരങ്ങളും ഭാവനകളും പ്രവണതകളും ഒക്കെ ശക്തിപ്പെടുത്തി സ്വാഭാവികമായിട്ട് നാം ജീവിച്ചു പോയാൽ ഇതെല്ലാം ശക്തമാകും. അവയവങ്ങളുടെ നിയമം വിജയിക്കും, ദൈവിക നിയമം വിസ്മരിക്കപ്പെടും, അവിടെ ദൈവിക നിയമം പരാജയപ്പെടും. ശരീരത്തിന്റെ സ്വാഭാവിക ആവശ്യങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോയാൽ സ്വാഭാവിക നിയമം അനുസരിച്ച് നാം ജീവിക്കും. അവിടെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുകയില്ല, സന്തോഷമായി നാം ജീവിച്ചു പോകും, സ്വാഭാവിക മനുഷ്യരായി. പക്ഷേ ദൈവ പദ്ധതിയോടുള്ള വിധേയത്വം അവിടെ ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ പദ്ധതി വേറെ ഒന്നാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ഭാവനകൾ, നമ്മുടെ പ്രവണതകൾ, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം ദൈവം ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, പദ്ധതിയുണ്ട്. ആ പദ്ധതിയോട് വിധേയപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. 4-ാമത്തെ കൽപ്പനയിൽ നാം കണ്ടു ദൈവ പദ്ധതിയോട് നമ്മുടെ കുടുംബജീവിതം നമുക്കെങ്ങനെ അനുരൂപപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത്. അതുപോലെ ലൈംഗികതയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു ആവശ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോട് എത്രമാത്രം നമുക്ക് വിധേയപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കൽപ്പന പാലിക്കുന്നതിൽ നമ്മുടെ വിജയവും പരാജയവും അടങ്ങിയിരിക്കുന്നത്. സ്വാഭാവിക ജീവിതം, നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തെ, സ്വാഭാവിക മനുഷ്യനെ വളർത്തുന്ന വായന, കേൾവി, കാഴ്ച, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നാം സ്വീകരിക്കുന്ന കാര്യങ്ങൾ, നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ, നാം ഭാവന ചെയ്യുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ സ്വാഭാവിക മനുഷ്യനെ വളർത്തുമ്പോൾ അതിസ്വാഭാവികമായിട്ട് പ്രാർത്ഥന, ധ്യാനം, കൂദാശകൾ ഒക്കെയാണ് നമ്മുടെ ബോധത്തെ പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കൂദാശകൾ യോഗ്യതയോടെ സ്വീകരിക്കുമ്പോഴും ഒക്കെ നാം ദൈവകൃപയോട് നമ്മെ തന്നെ തുറവിയുള്ളവരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം നാം ഈ ദൈവിക പ്രകാശം, പരിശുദ്ധ ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ സൃഷ്ടിച്ച ശേഷം ദൂരെ ഇരിക്കുന്ന ആളല്ല, നമ്മോടൊപ്പം ഉണ്ട്. നമ്മെ പ്രകാശിപ്പിക്കാൻ ശക്തിയുള്ള പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്ന് നാം വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് പോലെ ദൈവം പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ മേൽ ഇങ്ങനെ എപ്പോഴും പതിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രകാശത്തിന് നാം എത്രമാത്രം നമ്മെ തന്നെ തുറന്നു കൊടുക്കുമോ അത്രമാത്രം നാം ആ പ്രകാശത്ത്, നമ്മുടെ ബോധം ആ പ്രകാശത്താൽ പ്രകാശിതമാവുകയും അതിസ്വാഭാവികമായിട്ട് ജീവിക്കാൻ, ശുദ്ധതയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ പ്രകാശത്തിൽ നിന്ന് നാം നമ്മെ തന്നെ അകറ്റി ക്ലോസ്ഡ് ആക്കുമ്പോൾ, നാം ഈ പ്രകാശത്തിൽ നിന്ന് അകലുമ്പോൾ സ്വാഭാവികമായ ഒരു തലത്തിലേക്ക് നാം ജീവിക്കാൻ തുടങ്ങും. കൂദാശകളിലൂടെയും പ്രാർത്ഥനാ ധ്യാനത്തിലൂടെയും ഒക്കെ ഈ ബോധം പ്രകാശിതമാകാൻ, ദൈവകൃപയോട് ചേർന്ന് നിൽക്കാൻ, ദൈവിക പ്രകാശത്തിലായിരിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട്. ശുദ്ധതയ്ക്കെതിരായ തെറ്റുകൾ ഏതൊക്കെയാണ്? വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം. അപ്പോൾ വിവാഹിതരാകുന്നതിന് മുമ്പ് സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ കുട്ടികൾ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയായ കാര്യം അല്ല, സഭ അംഗീകരിക്കുന്ന കാര്യമല്ല. ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, എന്ത് കാരണങ്ങളാലായിക്കോട്ടെ അത് സ്വീകാര്യം അല്ല. ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിലേക്ക് പോകാൻ പാടില്ല. അത് ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള പാവവുമാണ്. ഗർഭധാരണത്തിനൊക്കെ ഇടയായാൽ ആദ്യം നാം കണ്ടതുപോലെ 5-ാമത്തെ കൽപ്പനയുടെ ലംഘനമാകുമെന്ന് നമുക്കറിയാമല്ലോ. അബോർഷൻ, ഭ്രൂണഹത്യക്കൊക്കെ കാരണമാകുമെങ്കിൽ അത് ആ 5-ാമത്തെ കൽപ്പനയുടെ ലംഘനമാകും, 6-ാമത്തെ കൽപ്പനയുടെയും ലംഘനം ആകും. വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധവും ശുദ്ധതയ്ക്കെതിരായ തെറ്റുമാണ്. വിവാഹത്തിന്റെ അന്തസ്സിനും എതിരാണ് എന്ന് നമുക്കറിയാം. വിവാഹത്തിന് പുറത്തുള്ള ബന്ധത്തിൽ പല തലങ്ങളിലുണ്ട്. മാനസികമായിട്ടുള്ള ബന്ധമായിരിക്കാം, ശാരീരികമായ ബന്ധം ഉൾപ്പെടാം. മാനസികമായിട്ട് ചിലപ്പോൾ ഭാര്യയ്ക്ക് പകരം വേറൊരാളുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന് പകരം വേറൊരാളുണ്ട് എന്ന അവസ്ഥയും തെറ്റാണ്. അതുപോലെ ശാരീരികമായ ബന്ധപ്പെടലാണെങ്കിൽ അത് വ്യഭിചാരമാകും, വിവാഹത്തിന്റെ വിശുദ്ധിക്ക് എതിരായിട്ടുള്ള പാപമാകും. അങ്ങനെ മൂന്നാമതൊരാൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ് വിവാഹബന്ധത്തിനുള്ളിൽ. വേറൊരു രീതിയിലും അവിടെ മൂന്നാമത് ഒരാൾ ഉൾപ്പെടാം. 5-ാമത്തെ കൽപ്പന പഠിച്ചപ്പോൾ നാം കണ്ടു, സന്താന ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ലാബിൽ വെച്ച് അണ്ടവും ബീജവും സംയോജിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉരുവാക്കിയ ശേഷം സൈഗോട്ട് ഉണ്ടാക്കിയിട്ട് ഉദരത്തിൽ വച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ അവിടെ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസ്തരായിരിക്കാം, അവർക്കിടയിൽ മൂന്നാമതൊരാൾ ഇല്ലായിരിക്കാം, വളരെ സ്നേഹത്തിലായിരിക്കാം, ആത്മാർത്ഥമായ ബന്ധമാണ്. പക്ഷേ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് കൃത്രിമമായിട്ട് സന്താന ഉൽപാദനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ആലോചിക്കുകയാണ്.
അപ്പോൾ ഈ ഒരാൾക്ക് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അണ്ടമോ ബീജമോ ഫലപുഷ്ടി ഉള്ളത് അല്ലാത്ത സാഹചര്യത്തിൽ വേറൊരാളിൻ്റെ മൂന്നാമതൊരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അണ്ടമോ ബീജമോ കടം ദാനമായിട്ട് വാങ്ങിയ ശേഷം ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അണ്ടമോ ബീജമോ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഉപയോഗിക്കുന്നു. അത് വെച്ച് ലാബിൽ സങ്കലനം നടത്തിയ ശേഷം ആ ഭ്രൂണം ഈ ഭാര്യയുടെ ഉദരത്തിൽ നിക്ഷേപിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയാണെന്ന് വെക്കുക. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹവും ആഴമായ വിശ്വസ്തതയും എല്ലാം ഉണ്ടെങ്കിലും അവിടെ വേറൊരു മൂന്നാമതൊരാൾ വന്നു. അണ്ടത്തിൻ്റെ രൂപത്തിൽ ബീജദാതാവായും അണ്ടദാതാവായും മൂന്നാമത് ഒരാൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് വിവാഹത്തിനുള്ളിൽ പോലും കൃത്രിമമായിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ശരിയല്ല എന്ന് സഭ പറയുന്നതിൻ്റെ കാരണം. ഒരു കാരണം നാം അവിടെ കണ്ടു, ഭ്രൂണഹത്യയ്ക്ക് കാരണമാകും എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാരണമാണ് വേറൊരാൾ ഈ ബന്ധത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. മൃഗരതി, മൃഗങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ടല്ലോ. മൃഗങ്ങളെ ചിലപ്പോൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളെ തന്നെ ജീവിത പങ്കാളി ആക്കുന്ന രീതിയുണ്ട്. അല്ല, മൃഗങ്ങൾക്ക് പ്രാക്ടീസ് കൊടുത്താൽ മതി, അവരെന്ത് വേണമെങ്കിലും ചെയ്യാൻ ഉള്ള സാധ്യതകളുള്ള മൃഗങ്ങളുണ്ട്. അപ്പോൾ മൃഗങ്ങളുമായിട്ടുള്ള മൃഗരതി ബൈബിൾ വചനം വളരെ കർശനമായിട്ട് അരുതെന്ന് പറയുന്ന ഒരു കാര്യമാണ്, തെറ്റാണ്. സ്വയം ഭോഗം, ലൈംഗികത എന്ന് പറയുന്നത് ഒരാൾ മറ്റുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ട, പങ്കുവെക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ സ്വയം ആസ്വദിക്കേണ്ട കാര്യമല്ല. സ്വയം ഭോഗത്തിൽ ഒരാൾ തന്നെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെയോ ലൈംഗികമായ ഉദ്ദീപനം നടത്തി സന്തോഷം അനുഭവിക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം വിവാഹത്തിലുള്ള പരസ്പര ദാനമില്ല. മാത്രമല്ല, സന്താനോൽപാദനം എന്ന ലക്ഷ്യം അവിടെ ലൈംഗികതയ്ക്കില്ല. ആസ്വാദനം മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലാകാം, മാനസികമായിട്ടുള്ള കാരണം കാണാം, ശാരീരികമായ കാരണം കാണാം, അതിനെല്ലാം ഒരുപാട് റീസൺസ് അതിൻ്റെ പുറകിലുണ്ടാകാം. പക്ഷെ തന്നിൽ തന്നെ ആസ്വദിക്കുന്ന രീതി ശുദ്ധതയ്ക്ക് എതിരായിട്ടുള്ള ഒരു തെറ്റാണ്. സഭ പഠിപ്പിക്കുന്നത് സ്വയംഭോഗം തെറ്റായ കാര്യം, ശുദ്ധതയ്ക്കെതിരായ, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള, വിവാഹത്തിനുള്ളിലുള്ള, വിവാഹത്തിന് പുറത്തുള്ള എന്തായാലും സ്വയംഭോഗം എന്ന് പറയുന്നത് ഒരാൾ അയാളിൽ തന്നെ ആസ്വദിക്കുന്ന രീതി സഭ അംഗീകരിക്കുന്നില്ല. സ്വവർഗഭോഗം, സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും ആകർഷണം തോന്നുകയും ശാരീരികമായ പ്രവൃത്തികളിലേക്ക് ആ ആകർഷണം നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അവിടെ ഒരേ വർഗത്തിൽപ്പെട്ടവർ തന്നെ ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ്. ഈ സ്വയംഭോഗത്തിനും സ്വവർഗഭോഗത്തിനും ഒക്കെയുള്ള പ്രവണതകൾ വളർച്ചയുടെ വഴികളിൽ സ്വാഭാവികമായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ശരിയായ മാർഗദർശനം ലഭിക്കേണ്ടതുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ സഹായത്താലോ അല്ലെങ്കിൽ സ്വയം സഹായിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയോ ഒക്കെ അത് തരണം ചെയ്ത് കടന്നു പോകുന്ന പ്രവണതകളാണ്. അതല്ലാതെ ഇതെല്ലാം പ്രവൃത്തികളായിട്ട് മാറുമ്പോൾ അത് പാപപ്രവൃത്തികളായിട്ട് മാറുന്നു. സഭ ധാർമ്മികമായിട്ട് അംഗീകരിക്കാത്ത പ്രവൃത്തികളായിട്ട് മാറുകയാണ്. റോബോട്ടുകളെ ഉപയോഗിക്കുക, ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള ബന്ധമൊക്കെ ശക്തമായിട്ടുണ്ട്, വിശ്വസ്തതയുണ്ട്, പിണക്കമൊന്നുമില്ല, പക്ഷെ ഇത് കൂടെയുണ്ട്, എന്നാലും അത് തെറ്റായ പ്രവൃത്തിയാണ്. അത് അവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമില്ലല്ലോ, യന്ത്രങ്ങളാണ്. അത് ലൈംഗികതയുടെ മാനുഷികമായ വശത്തെ അവഹേളിക്കുന്ന പോലെയാണ്. മാനുഷികമായ തലമെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അന്തസ്സിന് ചേർന്ന ഒരു പ്രവൃത്തിയായിട്ട് അതിനെ കാണാനായിട്ട് പറ്റത്തില്ല. മനുഷ്യന്റെ അന്തസ്സിന് ചേർന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പരസ്പരം മനുഷ്യ വ്യക്തികൾ പരസ്പരം സ്നേഹിക്കുക, ആ സ്നേഹത്തിന്റെ അടയാളമായി പ്രതിഫലനമായിട്ട് പരസ്പരം സ്വയം ദാനം നൽകുന്ന ഒരു സ്നേഹം, ആ ഒരു തലം മാത്രമാണ് അങ്ങനെ വിശുദ്ധമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ലൈംഗികതയുടെ തരം താഴലുകളാണ്. ബലാത്സംഗം, ഒരാളുടെ ഇഷ്ടമില്ലാതെ ഒരാളെ ബലം പ്രയോഗിച്ച് അയാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ബലാത്സംഗം. അനുവാദമില്ലാതെ ഒരാളെ കീഴ്പ്പെടുത്തുന്നത് തെറ്റായ കാര്യമാണ്. നിസ്സഹായരായ സ്ത്രീകളെ അല്ലെങ്കിൽ നിസ്സഹായരായ ആളുകളെ ഇങ്ങനെ ബലാത്സംഗത്തിനിടയാക്കുന്നത് കുറ്റകരമാണ്, പാപമാണ്. മാത്രമല്ല, അഞ്ചാമത്തെ കൽപ്പന ലംഘിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബലാത്സംഗം വഴി ഗർഭധാരണത്തിനിടയാവുകയും ആ ഗർഭധാരണ ഒഴിവാക്കപ്പെടുകയും അബോർഷൻ, ഗർഭചിത്രം കാരണമാവുകയും ചെയ്യുന്നെങ്കിൽ അവിടെ ആ അഞ്ചാമത്തെ കൽപ്പനയുടെ ലംഘനവും കൂടി ഉൾപ്പെടുന്നു എന്ന് വരുന്നു. അശ്ലീല സാഹിത്യം, അശ്ലീല സിനിമ എല്ലാം അശ്ലീല കലകളിൽപ്പെടും. അശ്ലീലമായിട്ടുള്ള കലകൾ ദാമ്പത്യ ബന്ധത്തിന് അല്ലെങ്കിൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ദൈവീകത കൽപ്പിച്ചിരുന്നു. ദൈവികത ഉണ്ട്, അല്ലെങ്കിൽ ഒരു പവിത്രതയുണ്ട്. അത് ഭാരത സംസ്കാരത്തിൻ്റെ ചിന്താഗതി അനുസരിച്ചും അങ്ങനെയാണ്.
അതിനൊരു രഹസ്യാത്മകതയുണ്ട്, വിശുദ്ധി കൽപ്പിച്ചിരിക്കുന്നുണ്ട്. വിശുദ്ധി ഉണ്ട്, രഹസ്യാത്മകതയുണ്ട്. പക്ഷേ ഈ അശ്ലീല കലയിൽ അത് സംഭവിക്കുന്ന നേരെ മറിച്ചാണ്. അവിടെ ദാമ്പത്യ ബന്ധത്തെ, രഹസ്യമായിരിക്കുന്ന ഈ ബന്ധത്തെ, പവിത്രമായിരിക്കുന്ന ഈ ബന്ധത്തെ വെറും ഒരു വസ്തു പോലെ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുകയാണ്. മറ്റുള്ളവർ അത് കണ്ട് സന്തോഷിക്കുകയും മറ്റ് പാപപ്രവൃത്തികളിലേക്ക് പോകാനിടയാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള തിന്മകൾ അവിടെ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. അശ്ലീല കല കണ്ട ശേഷം പല വൈകൃതങ്ങളിലേക്ക് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവും. അപ്പോൾ അവിടെ അത് വിവാഹത്തിനുള്ളിലാണെങ്കിൽ പോലും അതെല്ലാം തെറ്റ് തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരമാണ് സ്നേഹിക്കേണ്ടത്, പരസ്പരമാണ് ബഹുമാനിക്കേണ്ടത്, പരസ്പരമാണ് സ്വയം ദാനം നൽകേണ്ടത്. സ്ക്രീനിൽ കാണുന്ന ആളുകളെ കണ്ട ശേഷം അല്ല, അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ മനോഹര രൂപങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഭാര്യയോടോ ഭർത്താവിനോടോ ബന്ധപ്പെടുന്നതൊക്കെ മൂന്നാമത്തെ ആളാണ് അവിടെ വരുന്നത്. അത് ഭാര്യയോടും ഭർത്താവിനോടും ഉള്ള ബന്ധമല്ല, വേറൊരാളാണ്. മനസ്സിൽ ആരെ കണ്ടുകൊണ്ട് ബന്ധപ്പെടുന്നു ആ ആളുമായിട്ടാണ് യഥാർത്ഥ ബന്ധം സംഭവിക്കുന്നത്. അല്ലാതെ അവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വസ്തമായ പൂർണ്ണമായ സ്വയം ദാനം നടക്കുന്നില്ല എന്ന പ്രശ്നവും അവിടെയുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹത്തിനുള്ളിൽ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവാഹത്തിനുള്ളിലായാലും വിവാഹത്തിന് പുറത്തായാലും പോണോഗ്രാഫി, അശ്ലീല കല അനുവദനീയമല്ല, തിന്മയാണ്. വേശ്യാവൃത്തി ഒരു തെറ്റാണ്. അവിടെ മനുഷ്യനെ ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുകയാണ്. തൽക്കാലത്തേക്കുള്ള സുഖത്തിനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം മനുഷ്യർ തരം താഴ്ത്തപ്പെടുകയാണ് വേശ്യാവൃത്തി. സാമൂഹികമായ ഒരു മാനം കൂടി അതിനുണ്ട്. ആ തൊഴിൽ സ്വീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾ ചിലപ്പോൾ പട്ടിണിയായതുകൊണ്ടായിരിക്കാം, തൊഴിലില്ലായ്മ കാരണമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ സമൂഹത്താൽ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ടവർ ഒക്കെ ആയിരിക്കാം ഈ തൊഴിൽ സ്വീകരിക്കുന്നത്, വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാനും സമൂഹത്തിൽ അന്തസ്സുള്ള ഒരു ജോലി ചെയ്ത് ദാരിദ്ര്യമില്ലാതെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടി ജീവിക്കുവാനുമുള്ള സാഹചര്യം അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, സഭയ്ക്കും ഉണ്ട്. ലൈംഗികതയുമായിട്ടും വിവാഹവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ചില തെറ്റായ ചിന്താഗതികളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച്. അതിലൊന്നാമത്തേതാണ് പരസ്പര സമ്മതം ശരി തെറ്റിൻ്റെ മാനദണ്ഡമാണ് എന്നുള്ള ഒരു ചിന്ത. ഒരു സ്ത്രീയും ഒരു പുരുഷനും പക്വത പ്രാപിച്ചവരാണെങ്കിൽ അവർക്ക് പരസ്പര സമ്മതത്തോടെ അവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യവും ഏതൊരു ബന്ധവും അതിൽ തന്നെ ശരിയാണ്. പരസ്പര സമ്മതം ഇല്ലെങ്കിലാണ് അത് തെറ്റാകുന്നത് എന്നുള്ള ഒരു ചിന്തയുണ്ട്. പരസ്പര സമ്മതം മാത്രം പോരാ ഒരു പ്രവൃത്തിയെ ശരിയോ തെറ്റോ ആക്കി മാറ്റാൻ. അതുപോലെ സമൂഹം അംഗീകരിക്കുന്നവയെല്ലാം ശരിയാണ് എന്ന ചിന്തയുണ്ട്. സമൂഹത്തിൽ, പരിഷ്കൃത സമൂഹത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്ന അംഗീകരിക്കപ്പെട്ട പ്രവൃത്തികളും ലൈംഗികതയുടെ പ്രകടനങ്ങളും ഒക്കെ ശരിയാണ് എന്ന ചിന്ത മനുഷ്യർക്കുണ്ട്. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നില്ല. സമൂഹം അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ അംഗീകാരം വേണമെന്നില്ല. എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ലൈംഗിക ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. ലൈംഗിക സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടോ? പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം ഉണ്ടോ? വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ വിവാഹത്തിനുള്ളിൽ ആണ് ലൈംഗിക ജീവിതം ദൈവം ഉദ്ദേശിക്കുന്നത്, സന്താന ഉൽപാദനവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം എല്ലാവർക്കും ലൈംഗികത പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമായ രീതിയിൽ ഉള്ള പ്രകടന സ്വാതന്ത്ര്യം ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്വാതന്ത്ര്യം അങ്ങനെയില്ല. പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ഒരു കാര്യത്തിലുമില്ല. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എവിടെ വേണമെങ്കിലും, ലോകത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. പക്ഷേ ടിക്കറ്റ് എടുക്കാതെ ബസ്സിലോ ട്രെയിനിലോ പാസ്പോർട്ടും വിസയും ഇല്ലാതെ വിദേശത്തോ എന്ന് യാത്ര ചെയ്യാൻ ആർക്കും സാധിക്കില്ല. വെറുതെ ഇറങ്ങി നടന്നാൽ പോലും ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്ന എല്ലാ വഴികളിലും കൂടെ ഒന്നും നടക്കാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല. എല്ലാത്തിനും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടുള്ള, നിയമങ്ങളെ മാനിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഉള്ളൂ. ഈ കാര്യത്തിലും അതേ ഉള്ളൂ. ദൈവം അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള സ്വാതന്ത്ര്യമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ ഈ കൽപ്പനകൾ 6ഉം 9ഉം കൽപ്പനകൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ശുദ്ധതയാണ്. ശുദ്ധത എന്ന പുണ്യം ഭാവാത്മകമായിട്ട് പറയുമ്പോൾ ശുദ്ധത പാലിക്കണം എന്നാണ് ഈ കൽപ്പനകൾ ആവശ്യപ്പെടുന്നത്. എന്താണ് ശുദ്ധത? സ്വയം നിയന്ത്രണത്തിനുള്ള പരിശീലനമാണത്.
അപ്പോൾ ഈ സ്വാഭാവിക പ്രവണതകളെല്ലാം എല്ലാവരിലുമുണ്ട്. അവനവൻ സ്വയം നിയന്ത്രിക്കുക എന്നുള്ള ഒരു ആവശ്യകത ഇവിടെയുണ്ട്. ശുദ്ധത പാലിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവപദ്ധതിയോട് ചേർന്ന് മാത്രം ജീവിക്കണമെങ്കിൽ തീർച്ചയായും സ്വയം നിയന്ത്രണം, ആത്മനിയന്ത്രണം അവിടെ ആവശ്യമാണ്. അതിനുള്ള കഴിവിനെയാണ് ശുദ്ധത എന്ന് പറയുന്നത്. അതിനുള്ള പരിശീലനമാണ് ശുദ്ധതയിലുള്ള വളർച്ച എന്ന് പറയുന്നത്. സ്വയം നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ്. മനുഷ്യ സ്വാതന്ത്ര്യത്തിലുള്ള ശിക്ഷണം എന്ന് പറയാം ശുദ്ധത എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. വികാരങ്ങളുടെ അടിമയാകുക മനുഷ്യാന്തസ്സിന് ചേർന്നതല്ല. സ്വാഭാവികമായിട്ടുള്ള പ്രവണതകൾക്കും സ്വാഭാവിക വികാരങ്ങൾക്കും അടിമയാകുമ്പോൾ മനുഷ്യനല്ലാതായി മാറുകയാണ്. മനുഷ്യൻ്റെ അന്തസ്സിന് കുറവ് വരികയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യം ശരിയായിട്ടുള്ള ശിക്ഷണം ആവശ്യപ്പെടുന്നുണ്ട്. ശുദ്ധത എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ശരിയായ രീതിയിൽ ശിക്ഷണം നൽകി എടുക്കുന്നതാണ്, മെരുക്കിയെടുക്കുന്നതാണ്. വികാരങ്ങളെ ബോധത്തിന് വിധേയപ്പെടുത്തണം. അതാണ് ശുദ്ധത ആവശ്യപ്പെടുന്ന കാര്യം. വികാരങ്ങളും പ്രവണതകളും ഒക്കെ നമ്മുടെ പ്രകാശിതമായ ബോധത്തിൻ്റെ കീഴിലായിരിക്കണം. വിചാരം കൊണ്ട്, യുക്തി കൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ട്. ശുദ്ധത ഒരു ദൈവിക ദാനമാണ്, പക്ഷേ വളർത്തിയെടുക്കേണ്ട ഒരു പുണ്യവുമാണ്. ദൈവം നമുക്ക് ദാനമായി തരുന്ന ഒരു പുണ്യമാണിത്. അതിൽ വളരാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. നമ്മുടെ പരിശീലനത്തെയും നമ്മുടെ പരിശ്രമത്തെയും ആശ്രയിച്ചുമാണ് അതിരിക്കുന്നത്. ജീവിതകാലം മുഴുവനുള്ള പരിശ്രമം ആവശ്യമാണ്. ഒരു ദിവസം കൊണ്ടോ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ ആർക്കും ശുദ്ധതയിൽ പൂർണ്ണതയുള്ളവരാകാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ അത്ഭുതാവഹമായ കൃപ പ്രവർത്തിച്ചാൽ അങ്ങനെ സംഭവിച്ചേക്കാം. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ച സാക്ഷ്യങ്ങളുണ്ട്. പക്ഷേ സാധാരണ ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചെങ്കിലേ ശുദ്ധതയിൽ വളരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശുദ്ധത എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ഉപവിയാണ് ശുദ്ധത. അത് ഏതാനും തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ മാത്രമല്ല, നിസ്വാർത്ഥമായ പരിധിയില്ലാത്ത സ്വയം ദാനമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവാണ് അത് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിസ്വാർത്ഥമായിട്ട് പരിധിയില്ലാത്ത വ്യവസ്ഥകളില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വിനിയോഗിക്കപ്പെടുന്നത് ശുദ്ധതയുടെ ഒരു തലമാണ്. അതിൽ അവിടെ ശരീരം നൽകുക എന്ന് പറയുമ്പോൾ നമ്മുടെ അധ്വാനവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും ഒക്കെ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നൽകുന്നു. അല്ലാതെ ലൈംഗികമായ ദാനം അവിടെ ഉൾപ്പെടുന്നില്ല എന്ന് മാത്രം. സ്വയം ദാനം ചെയ്യുക, മറ്റുള്ളവരുടെ പരസ്പര ബന്ധം നിലനിർത്തുന്ന ഒരു പുണ്യമാണ് ശുദ്ധത എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വയം ദാനം ചെയ്യാനുള്ള, വ്യവസ്ഥയില്ലാതെ ദാനം ചെയ്യാനുള്ള പ്രേരണ നൽകുന്ന ഒരു പുണ്യമാണ് ശുദ്ധത എന്ന് പറയുന്നത്. സ്വാർത്ഥതയില്ലാതെ, സുഖം ആസ്വദിക്കാതെ, മറ്റുള്ളവരിൽ നിന്ന് യാതൊരുവിധ താൽക്കാലിക സുഖവും സുഖ ആസ്വാദനം ഒന്നും ലക്ഷ്യം വെക്കാതെ പൂർണ്ണമായിട്ട് നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് നൽകാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നത്. ശുദ്ധത പാലിക്കാനുള്ള മാർഗങ്ങൾ ചിലതുണ്ട്. ആത്മജ്ഞാനം, എന്നെക്കുറിച്ച് തന്നെയുള്ള അറിവാണത്. എൻ്റെ വികാരങ്ങളും എൻ്റെ സ്വാഭാവിക പ്രവണതകളും എൻ്റെ ബലഹീനതകളും എൻ്റെ ശക്തിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ശുദ്ധത പാലിക്കാനുള്ള പരിശ്രമം നാം നടത്തേണ്ടത്. സാഹചര്യങ്ങൾക്ക് ചേർന്ന തപശ്ചര്യ അനുഷ്ഠിക്കുന്നത് ശുദ്ധത പാലിക്കാനുള്ള ഒരു വഴിയാണ്. ഓരോരുത്തർക്കും അവരുടെ ജീവിതാന്തസ്സിന് ചേർന്ന രീതിയിൽ തപസ്, വർജനകൾ ആകാം. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളോട് വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളോടും നോ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ പ്രവർത്തിക്കുന്ന തത്വം. ചെറിയ കാര്യങ്ങൾ, ഒരു ചെറിയ രുചിയുള്ളൊരു ഭക്ഷണത്തോട് ഇത് വേണ്ട എന്ന് വെക്കുമ്പോൾ എൻ്റെ അടിസ്ഥാന ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള ശാരീരികമായിട്ട് സ്നേഹം അനുഭവിക്കാനും പങ്കുവെക്കാനും ഉള്ള പ്രവണതകളോടൊക്കെ വേണ്ട എന്ന് പറയാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് തപശ്ചര്യകൾ, വർജനകളൊക്കെ പരിശീലിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിശീലിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദൈവകൽപ്പനകളുടെ അനുസരണം, ദൈവം വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് തൻ്റെ ഇഷ്ടം. അപ്പോൾ അതനുസരിക്കുമ്പോൾ ശുദ്ധതയിൽ വളരാനുള്ള ഒരു വഴിയാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്. ധാർമ്മിക സുഹൃതങ്ങളുടെ അഭ്യസനം, പുണ്യങ്ങളിൽ വളരാൻ നാം പരിശ്രമിക്കുമ്പോൾ ശുദ്ധതയിലും നാം വളരും. പ്രാർത്ഥന, എല്ലാത്തിനുമുള്ള പരിഹാരമാണ് പ്രാർത്ഥന. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, എൻ്റെ സ്വാഭാവിക പ്രവണതകളെ കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്നുള്ള അറിവുണ്ടായാലേ നാം ഈ ശുദ്ധതയിൽ വളരാൻ നമുക്ക് എളുപ്പമാവുകയുള്ളൂ. അതുപോലെ ധ്യാനം, കൽപ്പനകളെക്കുറിച്ച് നീതിമാൻ എപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കുന്നു. ആ ധ്യാനം അപ്പോൾ നിരന്തരമായി നമുക്കത് ഓർമ്മയുണ്ടാകും. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ള ഓർമ്മയിൽ അതുണ്ടാകും. ആ ധ്യാനം നമ്മെ ശുദ്ധതയിൽ വളരാൻ സഹായിക്കും. 6, 9 കൽപ്പനകളുടെ സാമൂഹിക വശം, സമൂഹമായിട്ട് നാം എന്തൊക്കെയാണ് ചെയ്യാൻ ഈ കൽപ്പന കടപ്പെടുത്തുന്നത്. വിവാഹത്തിന് നന്നായി ഒരുക്കുക എന്ന ഒരു കടമ ഇത് നമുക്ക് തരുന്നുണ്ട്. യുവതി യുവാക്കളെ വിവാഹമായി കഴിഞ്ഞിട്ട്, വിവാഹ നിശ്ചയം എല്ലാം കഴിഞ്ഞിട്ട് ഒരുക്കിയാൽ പോരാ.
ചെറുപ്പം മുതൽ തന്നെ കുടുംബത്തിലായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവരെ വേണ്ട രീതിയിൽ ഒരുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. വിവാഹത്തോടടുക്കുമ്പോൾ ഏറ്റവും അടുത്ത ഒരുക്കം നൽകാവുന്നതാണ്. പ്രായത്തിന് ചേർന്ന ലൈംഗിക വിദ്യാഭ്യാസം നൽകാനുള്ള കടമയുണ്ട്. കുഞ്ഞുനാൾ മുതൽ പ്രായപരിധി അനുസരിച്ച് ഓരോ ഏജ് ഗ്രൂപ്പിനും ചേരുന്ന രീതിയിലുള്ള ലൈംഗികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകണം. അങ്ങനെയാണെങ്കിൽ പക്വമായ രീതിയിൽ ഈ ലൈംഗിക ശക്തിയെ കൈകാര്യം ചെയ്യാൻ കുഞ്ഞുങ്ങളും കൗമാരക്കാരും യുവതി യുവാക്കളും ഒക്കെ മുതിർന്നവരായാലും അതിനുള്ള പക്വതയിൽ അവർ വളരുകയുള്ളൂ. അപക്വമായ ജിജ്ഞാസയിൽ നിന്ന് കിട്ടുന്ന ലൈംഗികമായ അറിവുകളൊക്കെയാണ് വഴിതെറ്റാനുള്ള കാരണമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ശരിയായ വിദ്യാഭ്യാസം ഈ കാര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിച്ചൊരുങ്ങി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പഠിപ്പിക്കുക. പല അമ്മമാരും നമുക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മമാര് ജന്മം നൽകുന്ന കുഞ്ഞുങ്ങൾ സ്വാഭാവികമായി തന്നെ പ്രാർത്ഥനയോടും ദൈവികമായ കാര്യങ്ങളോടും താല്പര്യം ഉള്ളവരായിട്ട് കാണപ്പെടും. പിന്നീട് അവർക്ക് വേറെ പരിശീലനം ഒത്തിരി ആവശ്യമില്ല പ്രാർത്ഥനയുടെ അരൂപിയിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞ കുഞ്ഞുങ്ങളെ ജന്മം നൽകാനുള്ള ഒരു പരിശീലനം നമ്മുടെ യുവതി യുവാക്കൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് നൽകേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധാപൂർവമായ പരിചരണവും പരിശീലനവും ലഭ്യമാകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. സമൂഹത്തിൽ അമ്മയും അപ്പനും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് കഴിവതും അവരുടെ വളർച്ചയിൽ മാതാപിതാക്കൾ തന്നെ വളർച്ചയിലും പരിശീലനത്തിലും ഉൾച്ചേരേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടാതെ പോകുന്നു. അവർ വേറെ ഏതെങ്കിലും ബന്ധുക്കളുടെ അടുത്ത് വളരാനിടയാകുന്നതും ഒക്കെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വൈകല്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉളവാക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സമൂഹമായിട്ടും കുടുംബമായിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള കടമ നമുക്കുണ്ട്. പെൺകുട്ടിയെ പോലെയും ആൺകുട്ടിയെ പോലെയും വളർത്താനായിട്ട് മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ചില സാഹചര്യങ്ങളിലെങ്കിലും ഈ സ്വവർഗ അനുരാഗം ഒക്കെ ഉണ്ടാകുന്ന സാധ്യത, അല്ലെങ്കിൽ സ്ത്രീയോടും പുരുഷനോടും ആകർഷണം തോന്നുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാരണങ്ങൾ അവർ വളർത്തപ്പെട്ട രീതി, കുഞ്ഞുങ്ങൾ ആയിരുന്നപ്പോൾ വളർന്നു വന്ന ശൈലിയിലുള്ള പ്രശ്നങ്ങളാകാം. ആൺകുട്ടിയാണ് ജനിച്ചത്, പക്ഷേ പെൺകുട്ടിയെ പ്രതീക്ഷിച്ചത് കൊണ്ട് പെൺകുട്ടിയെ പോലെ വളർത്തും. അല്ലെങ്കിൽ ആൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, പെൺകുട്ടിയെ കിട്ടി, അതുകൊണ്ട് പെൺകുട്ടിയെ പോലെ ആൺകുട്ടിയെ വളർത്തും. അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ അവരുടെ ലൈംഗിക വ്യക്തിത്വം എന്താണെന്നൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ പിന്നീട് അത് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ പോലെയും ആൺകുഞ്ഞുങ്ങളെ പോലെയും വളർത്താൻ ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെ നേരെ മറിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ അവരെ നേർവഴി പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കുട്ടികൾ ദുരുപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. മിക്ക കേസുകളിലും കുഞ്ഞുനാളിൽ ലൈംഗികമായിട്ട് ദുരുപയോഗിക്കപ്പെട്ട കുട്ടികൾക്കാണ് വളർന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സെയിം സെക്സ് ആകർഷണമൊക്കെ തോന്നുന്നത്, സ്വവർഗ രീതിയിലേക്കൊക്കെ പോയി വളർന്നു വരാൻ ഇടയാകുന്നത്. അപ്പോൾ ചെറുപ്പമായിരുന്നപ്പോൾ ചിലപ്പോൾ പെൺകുട്ടിയാണ്, പക്ഷേ ആൺകുട്ടിയെ പോലെ ഉള്ള ശീലങ്ങളൊക്കെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടിയെ പോലെ ഉള്ള ചേഷ്ടകളൊക്കെയാണ്. അങ്ങനെ കാണുമ്പോൾ തന്നെ ബന്ധുക്കളോ അടുത്തിടപെടുന്ന ആരെങ്കിലുമോ ഒക്കെ അതിനെ ഒരു പെൺകുട്ടിയെ പോലെ ദുരുപയോഗിക്കുന്നു, ആൺകുട്ടിയെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടി വളർന്നു വരുമ്പോഴും അവന് സ്ത്രീകളോട് ആകർഷണവും ബന്ധപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയും ഒക്കെ വന്നു ചേരുന്നു. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ എത്താനിടയാകുന്നു. അപ്പോൾ കൂടുതൽ ആളുകളുടെ ജീവിതത്തിലും ഇങ്ങനെ കുഞ്ഞുനാളിൽ ദുരുപയോഗിക്കപ്പെട്ടത് വളരെ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ദുരുപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു തിന്മ നിലനിൽക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഏത് വിധത്തിലും തടയാൻ അറിയുന്നിടത്തോളം. മാധ്യമങ്ങളുടെ പക്വമായ ഉപയോഗം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. മാധ്യമങ്ങളുടെ ദുരുപയോഗമാണ് പലപ്പോഴും വഴിതെറ്റലുകൾക്ക് കാരണമാകുന്നത്. കുഞ്ഞുനാൾ മുതലേ ഫോൺ ഉപയോഗിച്ചു തുടങ്ങുന്നു. എന്ത് വേണമെങ്കിലും കാണാനുള്ള സാധ്യതകളുണ്ട്. നെറ്റ് കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട്
അപ്പോൾ മാധ്യമങ്ങൾ പക്വമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല എങ്കിൽ ഭാവിയിൽ അത് കുഞ്ഞുങ്ങളുടെ വളർന്നു വരുമ്പോൾ വികലമായ കാഴ്ചപ്പാടുകളോടെ, വികലമായ സമീപന രീതികളോടെ ഒക്കെ വളർന്നു വരുന്ന ആളുകൾ സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. റേപ്പ് ചെയ്യുന്ന മനോഭാവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം ഭോഗവസ്തുക്കളായിട്ട് മാത്രം മറ്റുള്ളവരെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് ഒക്കെ ഉണ്ടാകുന്നത് ഈ മാധ്യമങ്ങളുടെ ദുരുപയോഗത്തിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് തിന്മകൾ സമൂഹത്തിൽ നിലനിൽക്കാൻ ഇടയാകുന്നത് കൊണ്ട് മാധ്യമങ്ങൾ പക്വമായി ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകാനുള്ള കടമ നമുക്കുണ്ട്. വ്യത്യസ്തമായ ലൈംഗിക പ്രവണതകളുള്ളവരെ മുറിപ്പെടുത്തുകയോ തള്ളിക്കളയോ ചെയ്യാതിരിക്കുക. അതാണ് പോപ്പ് ഫ്രാൻസിസ് ആവർത്തിച്ച് പറഞ്ഞത്. എന്തെങ്കിലും സ്ത്രീക്കും പുരുഷനും ഒക്കെ ആകർഷണം തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രവണതകളുള്ള ആളുകളെ, വ്യക്തികളെ, അല്ലെങ്കിൽ സ്ത്രീ ശരീരവും പുരുഷ മനസ്സും പുരുഷ ശരീരവും സ്ത്രീ മനസ്സും ഒക്കെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ അവരെ നാം മുറിപ്പെടുത്താനോ അവരെ തള്ളിക്കളയാനോ പാടില്ല. വീടുകളിൽ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ തിരിച്ചറിയുമ്പോൾ അവരെ നാം വെറുക്കാനോ ഉപേക്ഷിക്കാനോ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ ഒന്നും പാടില്ല. അവരെ ആ കുടുംബത്തിൽ ഉൾക്കൊള്ളുകയും അവർക്ക് വേണ്ട പിന്തുണ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യുകയും വേണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവരൊരിക്കലും ആരെയും നമുക്ക് തള്ളിക്കളയാൻ ഉള്ള അവകാശമില്ല, അധികാരമില്ല. ഇത്തരം പ്രശ്നങ്ങളുടെ ശരിയായ കാരണങ്ങളെക്കുറിച്ച്, ശരിയായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും പഠനം നടത്തുക. സങ്കീർണമായ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതൊക്കെ എന്താണെന്ന്, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ശരിയായ കാരണങ്ങൾ കണ്ടെത്താനും അതിന് എന്താണ് പരിഹാര മാർഗം എന്താണെന്ന് കണ്ടുപിടിക്കാനും ഉള്ള ഒരു ഉത്തരവാദിത്വം സമൂഹമായിട്ട് നമുക്ക് ഉണ്ട്. അവരെ തള്ളിപ്പറയുക അല്ലെങ്കിൽ ഇത് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ കണ്ടുപിടിക്കാനും ശരിയായ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം നമുക്ക് സമൂഹപരമായിട്ടുണ്ട്. വേശ്യാവൃത്തി പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. വേശ്യാവൃത്തിയിലേക്ക് വ്യക്തിയെ നയിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ മാറ്റുക. വേശ്യാവൃത്തി ഒരു വലിയ തിന്മയാണ്. അത് തൊഴിലായിട്ട് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. അതിനെ നാം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ക്രിസ്ത്യാനികൾ ഒരിക്കലും രാത്രിയിൽ അവരുടെ കസ്റ്റമേഴ്സായിട്ട് പോവുകയും പകൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോവുകയും ചെയ്യുന്ന പോലീസുകാരുണ്ട്. അങ്ങനെയുള്ള ഇരുട്ടത്ത് നമ്മൾ അവരെ പോയി അവരെ ഉപയോഗിക്കുകയും പകൽ മാന്യത കാണിച്ചുകൊണ്ട് അവരെ വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വേശ്യാവൃത്തിയെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുപോലെ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലേക്ക് പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ കൊണ്ട് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ എന്താണ്? നമുക്ക് സാമൂഹികമായ എന്തെങ്കിലും സാഹചര്യങ്ങളാണോ? ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കാനും മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവസരം അവർക്ക് ഉറപ്പുവരുത്താനും ഉള്ള കടമ, ഉത്തരവാദിത്വം നമുക്കുണ്ട്. വിവാഹമോചനത്തെ അനുകൂലിക്കുന്ന പ്രവണതകൾക്കെതിരെ പോരാടാനുള്ള കടമ നമുക്കുണ്ട്. സ്ത്രീധനം മുതലായ സാമൂഹിക അനീതികളെ ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പല തിന്മകളിലേക്കും വിവാഹമോചനത്തിലേക്കൊക്കെ നയിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം ഇല്ലാതെയാക്കാനുള്ള ദൗത്യമുണ്ട്, കടമയുണ്ട്. 8ാമത്തെ കൽപ്പന, കള്ളസാക്ഷ്യം പറയരുത്. സത്യസന്ധതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് 8ാമത്തെ കൽപ്പന. കള്ളസാക്ഷ്യം പറയരുത്. അവിടെ കള്ളസാക്ഷ്യം നൽകരുത്. ആരെക്കുറിച്ചും കാണാത്ത കാര്യം കണ്ടു എന്ന് പറയരുത്. കണ്ട കാര്യം കണ്ടില്ല എന്ന് പറയുന്നത് കള്ളം പറയുന്നതാണ്. സത്യമല്ലാത്തത് പറയുക. കള്ളസാക്ഷ്യം നൽകരുത് എന്ന് ഈ കൽപ്പന വിലക്കുന്നു. അതുപോലെ സത്യത്തിന് സാക്ഷ്യം നൽകണം എന്നും ഉള്ള ഒരു ഭാവാത്മക വശം ഈ കൽപ്പനയ്ക്കുണ്ട്. സത്യത്തിന് സാക്ഷ്യം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവമാണ് സത്യം, ദൈവം സത്യമാണ് എന്നുള്ളതാണ് ഈ കൽപ്പനയുടെ അടിസ്ഥാനം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശു പീലാത്തോസിനോട് പറഞ്ഞു, സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാൻ വന്നത്. അപ്പോൾ സത്യം ആരാണ്? സത്യം ദൈവം. യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പോൾ സത്യത്തിന് സാക്ഷ്യം നൽകുക. യേശു പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അത് മാറ്റി പറയാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം അത് കള്ളസാക്ഷ്യമാവും. കണ്ട കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സത്യത്തോടുള്ള പ്രതിബദ്ധത ആവശ്യപ്പെടുന്നുണ്ട് ഈ കൽപ്പന. കമ്മിറ്റ്മെൻറ്റ് വേണം ട്രൂത്തിനോടൊരു, സത്യത്തോട്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തണം. ചിന്തിക്കുന്ന കാര്യം തന്നെ ആയിരിക്കണം പറയുന്നതും. പറയുന്ന കാര്യങ്ങളും പ്രവൃത്തിയോട് ബന്ധം വേണം. ചിന്ത വേറെ, വാക്ക് പറയുന്നത് ഒരു കാര്യമായിരിക്കാം, ചിന്തിക്കുന്നത് വേറെ കാര്യമായിരിക്കാം, പ്രവർത്തിക്കുന്നത് വേറെ കാര്യമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ സത്യത്തോടുള്ള പ്രതിബദ്ധത ഇല്ലാത്ത ആളുകളായി നാം മാറുകയാണ്. അതുകൊണ്ട് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തണം.
പരസ്പര ബന്ധവും അതുപോലെ സത്യസന്ധതയിൽ അടിയുറച്ചിരിക്കണം. സുതാര്യമായ ബന്ധങ്ങളായിരിക്കണം. ആരോടും കള്ളവും വഞ്ചനയും ചതിവും ഒന്നുമില്ലാത്ത സത്യത്തിൽ അടിസ്ഥാനമായ പരസ്പര ബന്ധം സമൂഹത്തിൽ നിലനിൽക്കണം എന്നതാണ് ഈ 8ാമത്തെ കൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യം വെളിപ്പെടുത്താനുള്ള കടമ നമുക്കുണ്ട്. സത്യം അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരോട് പറയുക. അത് മൂടി വെക്കാനുള്ളതല്ല, സത്യം പറയാനുള്ളതാണ്, വെളിപ്പെടുത്താനുള്ളതാണ്. സത്യം ജീവിക്കാനുള്ള ഉത്തരവാദിത്വം ഈ കൽപ്പന തരുന്നു. സത്യത്തെ ആദരിക്കാൻ, സത്യത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ ഉള്ള കടമയുണ്ട്. സത്യത്തിന് സാക്ഷികളാവുക, സത്യത്തിന് വിറ്റ്നസ്സിങ് നൽകുക, സാക്ഷികളാവുക. സത്യത്തിനെതിരായ തെറ്റുകളാണ് നുണ എന്ന് പറയുന്നത്. ഇതൊരു കറുത്ത ബോർഡാണെന്ന് പറയും. വെളുത്ത ബോർഡ് കാണിക്കുന്നു, പക്ഷേ പറയുന്നത് കറുത്ത ബോർഡെന്നാണ്. നുണ പറയുക, ഇല്ലാത്തത് പറയുക. സത്യത്തിന് വിരുദ്ധമായ സംസാരവും പ്രവൃത്തിയും നുണയാണ്. സത്യം അറിയാനുള്ള അവരുടെ അവകാശത്തെ അത് നിഷേധിക്കുന്നു. എല്ലാവർക്കും സത്യം അറിയാനുള്ള അവകാശമുണ്ട്. നുണ പറയുമ്പോൾ, കള്ളം പറയുമ്പോൾ നാം ആ അവകാശത്തെ നിഷേധിക്കുകയാണ്. ദൈവത്തെ അവഹേളിക്കുന്നു. നുണ പറയുന്നവർ ദൈവത്തെ അവഹേളിക്കുകയാണ്. സഹജീവികളെ വഞ്ചിക്കുന്നു. ചിലപ്പോൾ വഞ്ചനാത്മകമായ വലിയ കാര്യങ്ങളായാലും ചെറിയ നുണയാണെങ്കിലും നമ്മൾ ഒരിക്കൽ മറ്റുള്ളവരെ കളിപ്പിക്കുക, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളാകുമ്പോൾ അത് വഞ്ചനയായിട്ട് മാറുന്നു. ജസ്റ്റ് കളിപ്പിക്കലെങ്കിലും ഉണ്ട് അവിടെ. ദൈവദാനമായ സംസാര ശക്തി ദുരുപയോഗിക്കുന്നു. നാവ് കൊണ്ട് സത്യം പറയാനുള്ള കടമ നമുക്കുണ്ട്, പക്ഷേ നുണ പറയുമ്പോൾ അവിടെ നാവിൻ്റെ ദുരുപയോഗമാണ്. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് വേറൊരു തെറ്റാണ്, അതിന് എതിരായിട്ടുള്ള തെറ്റാണ്. മറ്റൊരാൾക്ക് നഷ്ടവും വേദനയും മാനഹാനിയും ഉണ്ടാക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ കൽപ്പനയ്ക്ക് എതിരാണ്. അപ്പം അവിടെ നാം വിവേകപൂർവ്വം പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. ഒരു നല്ല വലിയ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ്, അത് നമുക്ക് അറിയാമെന്നിരിക്കട്ടെ, അതൊരു സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് മാനഹാനി വരുന്ന രീതിയിൽ ആ സത്യം പരസ്യപ്പെടുത്താൻ നമുക്ക് ഉത്തരവാദിത്തം ഇല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ് എന്ന ഒരു രഹസ്യം വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് മാനഹാനിയും വേദനയും നഷ്ടവും ഒക്കെ ഉണ്ടാക്കുകയാണ്. അത് പാടില്ലാത്തൊരു കാര്യമാണ്. അതേസമയം ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ വീട്ടിൽ അത് ദുരുപയോഗിക്കപ്പെടുന്നു എന്ന് അത് രഹസ്യമായിട്ട് അറിയാനിടയാവുകയാണ്. അത് പരസ്യമാക്കിയാൽ ആ പീഡിപ്പിക്കുന്ന ആൾക്ക് മാനഹാനി ഉണ്ടാകാം, നഷ്ടമുണ്ടാകും, പേഴ്സണലി അയാൾക്ക് വേദന ഉണ്ടാകും. പക്ഷേ ആ പേരിൽ നമുക്ക് ആ രഹസ്യം പറയാതിരിക്കാൻ പാടില്ല. അവിടെ ആ രഹസ്യം പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള കടമയുണ്ട്. അപ്പോൾ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിവേകപൂർവമുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തലിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവേകപൂർവമായ ഒരു സമീപനം അവിടെ നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അനാവശ്യമായി കടന്നു കയറുന്നത് ഈ കൽപ്പനയ്ക്കെതിരാണ്. രഹസ്യങ്ങൾ അറിയാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാൽ ഓടിപ്പോകുന്നു. അവിടെ ചോദ്യങ്ങൾ ചോദിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി ആളെ കൊണ്ട് പറയിപ്പിക്കുന്നു. രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് സന്തോഷം തോന്നുന്നു. മോശമായ കാര്യങ്ങളാണ് അറിയുന്നതിൽ സന്തോഷം കൂടുതലായിരിക്കാം. മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കുന്നു. അങ്ങനെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അവർക്ക് ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതിലോട്ട് കടന്നു കയറാതെ ഇരിക്കണം. അതും ഈ കൽപ്പന ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. സ്വകാര്യതയിൽ അനാവശ്യമായിട്ട് കടന്നു കയറരുത്. വാഗ്ദാനം നൽകി സ്വീകരിച്ച രഹസ്യം പരസ്യമാക്കരുത്. ഡോക്ടർമാർക്കും വക്കീലിനും ഒക്കെ പല കാര്യങ്ങൾ രഹസ്യം അറിയാം, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ. അതൊരിക്കലും പരസ്യമാക്കാനായിട്ട് പാടില്ല. ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്ന രഹസ്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ പരസ്യമാക്കുന്നത് ഈ പ്രമാണത്തിന് എതിരാണ്. കുമ്പസാര രഹസ്യം ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. അതെല്ലാം രഹസ്യം സൂക്ഷിക്കാൻ ചിലർക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അങ്ങനെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കണം. ഒരു രോഗവിവരങ്ങളാകാം, അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളാകാം, വ്യക്തിയെക്കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യങ്ങളാകാം. അങ്ങനെയൊക്കെയുള്ള എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കാനുള്ള കടമയുണ്ട്, പരസ്യമാക്കാൻ പാടില്ല. അന്യായമായിട്ടുള്ള വിധി മറ്റൊരു തെറ്റാണ്. മറ്റുള്ളവരെ തെറ്റായി വിധിക്കുന്നു. വ്യക്തമായ അടിസ്ഥാനമൊന്നുമില്ലാതെ ഒരു തിന്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അത് നാം പറഞ്ഞു നടക്കുന്നു, അങ്ങനെയാണെന്ന് ആ ആളെക്കുറിച്ച് നമ്മൾ വിധി പറയുകയാണ്. അത് മറ്റുള്ളവർക്ക് വേദനാജനകം ആയ ഒരു അനുഭവമാണ്. അതും തിന്മ, ഈ കൽപ്പനയ്ക്കെതിരായിട്ടുള്ളൊരു തിന്മ. മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന് എതിരായിട്ടാണ് അത് നാം ചെയ്യുന്നത്. അന്യായമായിട്ട് മറ്റുള്ളവരെ വിധിക്കുമ്പോൾ എല്ലാവർക്കും നല്ലവരായിട്ട് അറിയപ്പെടാനും സത്പേര് സൂക്ഷിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കുറ്റാരോപണം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം ദുർവിധി നടത്തുമ്പോൾ മാന്യമായിട്ട് ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിക്കുന്നു. മുഖസ്തുതി വേറൊരു തെറ്റാണ്. ഇത് 8ാമത്തെ പ്രമാണത്തിനെതിരാണ്. മറ്റുള്ളവരുടെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, നുണ പറയുന്നു, കള്ളം പറഞ്ഞ് പുകഴ്ത്തി സത്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രീതി സമ്പാദിച്ച് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്.
പൊങ്ങച്ചം വേറൊരു പ്രശ്നമാണ്, വേറൊരു തെറ്റാ. യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് അവിടെ, പൊങ്ങച്ചം പറയുകയാണ്. എന്തിൻ്റെ പേരിലായാലും ഉള്ളതിൽ കവിഞ്ഞ മേന്മ ഭാവിച്ചുകൊണ്ട് പറയുന്നു. അതും മറ്റുള്ളവരെ വഞ്ചിക്കുകയാണ്, സ്വയം വഞ്ചിക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. അപവാദം, ചെയ്തിട്ടില്ലാത്ത കുറ്റം ആരോപിച്ച് അപകീർത്തിപ്പെടുത്തുന്നതും സത്പേരില്ലാതാക്കുന്നു. കുറ്റം ചെയ്ത് ആയിരിക്കത്തില്ല, പക്ഷെ ആ കുറ്റം ചെയ്തു എന്ന് ഉള്ള മട്ടിൽ ഒരാളെക്കുറിച്ച് പറഞ്ഞു നടക്കുകയാണ്. ആ ആളിൻ്റെ സത്പേര് നാം കളങ്കപ്പെടുത്തുന്നു, സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി തെറ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു, അപവാദം പറയുന്നതോട് ബന്ധപ്പെട്ട്. അവിടെ നാവിൻ്റെ ദുരുപയോഗമാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് നമുക്കിഷ്ടമുള്ളതൊക്കെ നാം പറയുന്നു, പറയേണ്ടത് മാത്രം പറയണം, അല്ലെങ്കിൽ പറയരുതാത്ത കാര്യങ്ങൾ പറയരുത് എന്നൊക്കെയുള്ളൊരു നിയന്ത്രണമില്ലാതെ സ്വന്തമായിട്ട് തീരുമാനിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്നു. കോപ്പിയടിയും മറ്റ് ക്രമക്കേടുകളും, പരീക്ഷയ്ക്ക് കോപ്പിയടിക്കുന്നതും മറ്റുള്ളവരുടെ രചനകൾ കട്ടെടുക്കുന്നതും, സാഹിത്യ മോഷണം അല്ലെങ്കിൽ സിനിമയോ പുസ്തകമോ എന്ത് വേണമെങ്കിലാകാം, വേറൊരാൾ എഴുതിയത് അല്ലെങ്കിൽ വേറൊരാൾ കണ്ടുപിടിച്ച കാര്യങ്ങളുടെ അവകാശം ഞാൻ ഉന്നയിക്കുന്നു. പുതിയതായിട്ടൊരു കാര്യം കണ്ടുപിടിച്ചു, അതിൻ്റെ അവകാശം വാദം നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന കോപ്പിറൈറ്റ് അവകാശം അതൊക്കെ നിഷേധിക്കുന്നതും എല്ലാം 8ാമത്തെ പ്രമാണത്തിന് എതിരാണ്. 7ഉം 10ഉം കൽപ്പനകൾ മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അത് രണ്ടും ഒരുമിച്ച് പോകുന്ന കൽപ്പനകളാണ്, മോഹവും മോഷണവും. സമ്പത്ത് അന്യായമായി സ്വന്തമാക്കുക, വിനിയോഗിക്കുക, ഇത് രണ്ടുമാണ് ഈ കൽപ്പന ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. സമ്പത്ത് ന്യായമായിട്ട് മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ, വിനിയോഗിക്കാനും പാടുള്ളൂ. സമ്പത്ത് സ്വന്തമാക്കാം, അത് തെറ്റല്ല, പക്ഷേ അത് ന്യായമായ രീതിയിലായിരിക്കണം. സമ്പത്ത് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കാം, പക്ഷേ അത് മറ്റുള്ളവരുടെ ഉപയോഗത്തിന്, പൊതു നന്മയ്ക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കണം. അന്യായമായി സമ്പത്ത് സ്വന്തമാക്കാനായിട്ട് പാടില്ല, സമ്പത്ത് ദുരുപയോഗിക്കാനും പാടില്ല. ഇതാണ് ഈ കൽപ്പനകൾ വിലക്കുന്ന കാര്യം. സ്വകാര്യ സ്വത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. സ്വന്തമായിട്ട് സ്വത്ത് സമ്പാദിക്കാനും വ്യയം ചെയ്യാനും അവകാശമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ സമൂഹത്തിൽ സുരക്ഷിതത്വത്തിന് അവകാശമുണ്ട്. സമ്പാദിക്കാനും അവകാശമുണ്ട്. സമ്പാദിച്ച കാര്യങ്ങൾ സുരക്ഷിതത്വത്തോടെ ഇരിക്കാനും ജീവിക്കാനും സുരക്ഷയും ഒരാൾക്ക് അവകാശപ്പെട്ട കാര്യമാണ്. പഴയ നിയമത്തിലാണെങ്കിൽ സമ്പത്തും വസ്തുക്കൾക്ക് ഗോത്രത്തിൻ്റെ സമ്പത്തായിട്ടാണ് കരുതിയിരുന്നത്, അവകാശമായിട്ട് കരുതിയിരുന്നു. സ്വകാര്യ സ്വത്തൊന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഗോത്രത്തിലുള്ളത് എല്ലാവർക്കും സ്വന്തമായിരുന്നു. രാജഭരണത്തിന് ശേഷം സ്വകാര്യ സമ്പത്ത് എന്ന കാഴ്ചപ്പാടുണ്ടായി. വ്യക്തികൾക്ക് സമ്പത്ത് ശേഖരിക്കാനും സമ്പാദിക്കാനും വിനിയോഗിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന നില വന്നു. അപ്പോൾ ഏറ്റവും ആദ്യം മനുഷ്യൻ ഇങ്ങനെ പൊതുവായിട്ടാണ് എല്ലാം കണ്ടിരുന്നത്. ഒരു ഗോത്രത്തിനുള്ള വസ്തുക്കളും ആടുമാടുകളും എല്ലാം തന്നെ പൊതുവായിട്ട് കണ്ടിരുന്നു. പിന്നെ ക്രമേണയാണ് സ്വകാര്യ സ്വത്ത് എന്നുള്ള ചിന്ത വന്നത്. മോഷ്ടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്വകാര്യ സ്വത്തവകാശം ലംഘിക്കരുത് എന്നാണ്. ഒരാൾക്ക് സമ്പാദിക്കാനും സ്വകാര്യമായിട്ട് സ്വത്ത് സമ്പാദിക്കാനും അത് സുരക്ഷിതമായി സൂക്ഷിക്കാനും ആവശ്യമനുസരിച്ച് വിനിയോഗിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ലംഘിക്കരുത് എന്നാണ് മോഷ്ടിക്കരുത് എന്ന കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നത്. നീതിപൂർവകമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കണം, അതായത് സ്വന്തം കഴിവും അധ്വാനവും ഉപയോഗിച്ച് വേണം സമ്പാദിക്കാൻ. അനീതിപരമായിട്ട് കുറുക്കു വഴികളിലൂടെ സമ്പാദിക്കുന്ന സ്വത്ത് ഒരാൾക്ക് ശരിയായ രീതിയിലുള്ള സമ്പാദനം അല്ല. സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നത് പൊതു നന്മയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം. എൻ്റെ സ്വത്താണ്, ഞാൻ സമ്പാദിച്ചതാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള എല്ലാ രീതിയിലും അത് ഉപയോഗിക്കാം എന്നില്ല. പൊതു നന്മയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടണം. അപ്പോൾ മോഹം, മോഷണം എന്നീ 2 കാര്യങ്ങളാണ് ഈ കൽപ്പനകൾ വിലക്കുന്നത്. മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കുമ്പോഴാണ് ആ മോഹം പിന്നെ വളർന്ന് മോഷണത്തിലേക്ക് നയിക്കുന്നത്. ആദ്യം തോന്നുന്നതൊരു ഇഷ്ടമാകാം, ആഗ്രഹമാണ്, അത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം, അതാണ് പിന്നെ മോഷണത്തിലേക്ക് നയിക്കുന്നത്. അന്യന് അവകാശപ്പെട്ടത് മോഹിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നത് ഈ കൽപ്പനകളുടെ ലംഘനമാണ്. പുതിയ നിയമത്തിൽ ഒരു പുതിയ നീതിയാണ് കൊണ്ടുവന്നത്. എല്ലാവർക്കും അവരവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, എല്ലാവർക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകണം, അതാണ് നീതി. പുതിയ നിയമം ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ നീതിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നു, ഞാൻ ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, പരദേശിയായിരുന്നു, സ്വീകരിച്ചു, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, സന്ദർശിച്ചു, കാരാഗൃഹത്തിലായിരുന്നു, അടുത്തു വന്നു. അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നീതിയെക്കുറിച്ചാണ് യേശു അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വത്ത് ഞാൻ നല്ല രീതിയിൽ ശരിയായ മാർഗത്തിലൂടെ ഞാൻ സമ്പാദിച്ച എൻ്റെ സ്വകാര്യ സ്വത്ത് ഞാൻ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനുള്ള ഒരു നല്ല പാഠമാണ്. വിശക്കുന്നവനും ദാഹിക്കുന്നവനും ഒക്കെ ആയി പങ്കുവയ്ക്കപ്പെടാനുള്ളതാണ് സ്വകാര്യ സ്വത്ത് എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഒത്തിരി സമ്പത്തുണ്ടായിരിക്കുകയും
വേറൊരാൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും വിദ്യാഭ്യാസം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം മുതലായ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അസമത്വം അല്ലെങ്കിൽ അസന്തുലിത അവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല. സ്വകാര്യ സ്വത്തിനുള്ള അവകാശത്തോടൊപ്പം തന്നെ പൊതു നന്മയ്ക്കായിട്ട്, മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് അത് വ്യയം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വവും കൂടി ആണ് ഈ കൽപ്പനകൾ നമുക്ക് നൽകുന്നത്. സ്വകാര്യ സ്വത്ത് നിസ്വാർത്ഥവും സ്നേഹാധിഷ്ഠിതവുമായി ആണ് വിനിയോഗിക്കപ്പെടേണ്ടത്. ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ ബഹുമാനിക്കുക. ലൗകിക സമ്പത്തുള്ളവർ അതില്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ കടമയുണ്ട്. ക്രിസ്തീയ വിശ്വാസപ്രകാരം ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ സാമ്പത്തികമോ സാമൂഹികമോ രാഷ്ട്രീയമായ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ, സമൂഹത്തിൽ നീതി പുലർത്താൻ, നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഉത്തരവാദിത്വം ഒരു ക്രൈസ്തവനുണ്ട്. അനീതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള കടമയും ഉണ്ട്. ഇതിനെതിരെയുള്ള തിന്മകൾ 7ഉം 10ഉം പ്രമാണങ്ങൾക്കെതിരെയുള്ള തിന്മകളാണ് ദ്രവ്യാഗ്രഹം. ദൈവാശ്രയമില്ലാതെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് സമ്പാദിക്കുന്നതാണ്. പണത്തോടുള്ള ആർത്തി, എത്ര സമ്പാദിച്ചാലും മതിയാകത്തില്ല, കൂടുതൽ സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം. അമിതമായി സമ്പത്ത് കൈവശം വയ്ക്കുന്നു. ഉപയോഗമില്ലെങ്കിലും ഉപയോഗിച്ചാലും തീരാത്തത്ര സമ്പത്ത് കൈവശം വെക്കുന്നത് ദ്രവ്യാഗ്രഹം. അതുപോലെ അവരനെ പരിഗണിക്കാത്ത സമ്പത്ത്, മറ്റുള്ളവർക്ക് ഒന്നും നന്മ ചെയ്യത്തില്ല, സ്വന്തം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമ്പാദിക്കുന്നു. വ്യയം ചെയ്യുന്നതും അങ്ങനെ. എൻ്റെ സമ്പത്താണ്, എനിക്ക് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കാം, പക്ഷേ അവരൻ്റെ നന്മ ഉദ്ദേശിക്കാതെ, അവരന് നന്മ ചെയ്യാതെയുള്ള ഉപയോഗം ദ്രവ്യാഗ്രഹത്തിൽപ്പെടും. ദൈവത്തെ പോലെ സമ്പത്തിനെ ദൈവമായിട്ട് കാണുന്ന അവസ്ഥ ദ്രവ്യാഗ്രഹമാണ്. വിഗ്രഹം, ചിലരുടെ വിഗ്രഹം പണമാണ്. അങ്ങനത്തെ വരുമ്പോൾ അത് ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയായിട്ട് മാറാം. മാനുഷിക ധാർമ്മിക മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ട് സമ്പത്ത് നേടുന്നത്. സമ്പത്ത് സമ്പാദിക്കുമ്പോൾ സമ്പാദിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള നല്ല വഴികളിലൂടെ മാത്രമേ സമ്പാദിക്കാനും പാടുള്ളൂ. ഏതെങ്കിലും വഴിയിലൂടെ സമ്പാദിക്കാനായിട്ട് പാടില്ല. രണ്ടാമത്തേത് അസൂയ. അസൂയ എന്ന് പറയുന്നത് തനിക്കില്ലാത്തത് അവരനുണ്ട് എന്ന ദുഃഖത്തിൽ നിന്ന് അവരനോട് തോന്നുന്ന വികാരമാണ്. അസൂയ ക്രമേണ മോഷണത്തിലേക്ക് നയിക്കും. ഒരാൾക്കൊരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ ഒരു സമ്പത്തുണ്ട്, അതിലെനിക്ക് സങ്കടം തോന്നുകയാണ്, എനിക്കതില്ലല്ലോ എന്ന് തോന്നുന്നു. പിന്നെ അത് എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ചിന്ത വരുന്നു. അത് ഏത് വഴിയിലൂടെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അവിടെ മോഷണം ഉൾപ്പെടാം. മോഷണത്തിലേക്ക് അത് നയിക്കാം. മോഷണത്തിന് പകരം മോഷണം പോലെ തന്നെ ഉള്ള മറ്റു തെറ്റുകളാണ് മറ്റുള്ളവർക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുന്നത്. നമ്മുടെ ഉത്തരവാദിത്വ കുറവ് മൂലം സാമ്പത്തിക നഷ്ടം മറ്റൊരാൾക്ക് വന്നാൽ അതിനുള്ള ഉത്തരവാദി നാമാണ്. ജോലിക്കാർക്ക് ന്യായമായ കൂലി നൽകാതിരിക്കുന്നത്. ജോലി ചെയ്യിക്കുന്നു, പക്ഷേ ന്യായമായ കൂലി നൽകാതിരിക്കുന്നു, മോഷണമാണ്. അന്യായ പലിശ ഈടാക്കുന്നത്. സമൂഹം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള പലിശ നിരക്ക് ആകാം, അതല്ലാതെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പലിശ ഈടാക്കുന്നത് തെറ്റാണ്. കള്ളക്കണക്ക് എഴുതുന്നത്, കള്ള ഒപ്പിടുന്നത്, കള്ളക്കടത്ത് നടത്തുന്നത് ഒക്കെ ഇതിനെതിരാണ്. നികുതി വെട്ടിപ്പ് നടത്തുന്നത്, നികുതി കൊടുക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ ഈ വിഭാഗത്തിൽപ്പെടും. കള്ള കച്ചവടം, കൈക്കൂലി വാങ്ങുന്നതും നൽകുന്നതും, അധികാര ദുർവിനിയോഗം, അധികാരമുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും ആകാം എന്ന വിധത്തിലുള്ള അഴിമതികളും, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി ഉള്ള പണം സ്വന്തം സ്വത്താക്കി മാറ്റുന്നത് ഒക്കെ തെറ്റുകളാണ്. അമിതമായി വാടക ഈടാക്കുന്നത്. പൊതുവിലൊരു സ്റ്റാൻഡേർഡുണ്ട്, ഒരു മാനദണ്ഡമുണ്ട്, അതനുസരിച്ച് വാടക വാങ്ങാം. അതിൽ കൂടുതൽ വാടക വാങ്ങുന്നത് തെറ്റാണ്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥയിൽ കുറഞ്ഞ വിലയ്ക്ക് വസ്തു അല്ലെങ്കിൽ സാധനങ്ങൾ മുതലായവ വാങ്ങുന്നത് നമ്മുടെ സമൂഹത്തിൽ അത് ഒരു സാധാരണ കാഴ്ചയാണ്. അത്യാവശ്യമായിട്ട് വിവാഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അത്യാവശ്യമായി കടം വീട്ടാൻ വേണ്ടിയോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ട് വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വീട് വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ സമയം നോക്കി അത് ഉപയോഗപ്പെടുത്താനിരിക്കുന്ന ആളുകളുണ്ട്. അത് എത്രയും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായിട്ടുള്ള പരിശ്രമം നടത്തും. അപ്പോൾ അത് ആ മനുഷ്യരോട് ചെയ്യുന്ന സ്നേഹക്കുറവാണ്. അതുപോലെ അത് ഒരു തരം മോഷണമാണ്. ആ ദുരവസ്ഥ നോക്കി, വിഷമാവസ്ഥ നോക്കി നാം ലാഭം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അത് തെറ്റാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നത്. പൊതുവായിട്ടുള്ള മുതൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്, അത് നശിപ്പിക്കുന്നതും തെറ്റാണ്. വ്യക്തിക്കും സമൂഹത്തിനും നഷ്ടം വരുന്ന വിധത്തിൽ സമരം, ഹർത്താലൊക്കെ നടത്തി മറ്റുള്ളവർക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്നു, മരണം വരെ ചിലപ്പോൾ സംഭവിക്കാനിടയാകുന്നതും, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിപ്പിക്കുന്നു. സാമ്പത്തികമായ നഷ്ടമായാലും ചിലരുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു. പൊതു ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സമരവും ഹർത്താലും ഒക്കെ. ആത്മാർത്ഥതയില്ലാത്ത അലസമായി ജോലി ചെയ്യുന്നത്. ഒരു കാര്യം എവിടെയെങ്കിലും നാം ജോലി ചെയ്യുന്നെങ്കിൽ ആ സ്ഥാപനത്തോട് ആത്മാർത്ഥതയില്ലാതെ
മിനിമം ജോലി ചെയ്യുന്നു, ഏറ്റവും കുറഞ്ഞ ജോലി ചെയ്യുക, ഏറ്റവും നല്ല ശമ്പളം വാങ്ങുക എന്ന രീതിയിൽ ജോലി ചെയ്യുന്നത്. ചെക്കുകളിലും വില വിവര പട്ടികയിലും കൃത്രിമം കാട്ടുന്നത്. ആഡംബരവും ധൂർത്തും. എങ്ങനെ സമ്പാദിച്ച കാശായാലും പണം എങ്ങനെയായാലും എൻ്റേതാണെങ്കിലും സ്വന്തമായിട്ടുള്ള സമ്പത്താണെങ്കിലും അത് ആർഭാടത്തിനും ആഡംബരം ധൂർത്ത് മുതലായവയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് ശരിയായ രീതിയല്ല. മോഷണത്തിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത്, അതുപോലെ മോഷണ വസ്തു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി വലിയ വിലയ്ക്ക് വിൽക്കുന്നത്. മോഷ്ടിച്ചു കൊണ്ടുവരുന്ന വസ്തുവാണെങ്കിൽ വാങ്ങാൻ എളുപ്പമാണ്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടും, അത് വാങ്ങുന്നു. അത് വാങ്ങുന്നതും തെറ്റാണ്. ചിലപ്പോൾ അത് വാങ്ങുക മാത്രമല്ല വേറെ ആൾക്ക് വില മാറ്റി വിൽക്കുകയും ചെയ്യുന്നു. അതെല്ലാം തെറ്റാണ്. മോഷണ വസ്തു ഒളിപ്പിച്ച് വെക്കാൻ സഹായിക്കുകയാണ്, അതോട് സഹകരിക്കുന്നു. മോഷണത്തിന് സഹായം നൽകുന്നു, അതെല്ലാം തെറ്റാണ്. പരിഹാരം ചെയ്യണം. ഇങ്ങനെയുള്ള പാപങ്ങൾക്കെല്ലാം, ഇങ്ങനെയുള്ള തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യേണ്ടതുണ്ട്. മോഷ്ടിച്ച വസ്തു തിരികെ നൽകണം, നഷ്ടം വരുത്തിയത് നികത്തുകയും വേണം. അതിന് ഏറ്റവും വലിയ നല്ല മാതൃകയാണ് സക്കേവൂസ്. മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തതെല്ലാം, വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കിയതെല്ലാം തിരിച്ചു കൊടുത്ത് പരിഹാരം ചെയ്യാൻ തയ്യാറാകുന്ന സക്കേവൂസിനെ നാം കാണുന്നുണ്ട് യേശുവുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരം ചെയ്യാനുള്ള ആവശ്യകത ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. മറ്റുള്ളവരുടെ സ്വത്ത് നാം സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് നഷ്ടം വരുത്തുകയോ ചെയ്താൽ സാധ്യമായ രീതിയിലെല്ലാം തിരിച്ചു കൊടുക്കാൻ സാധ്യമായത് തിരിച്ചു കൊടുക്കുക. പരിഹാരം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലെല്ലാം പരിഹാരം ചെയ്യാനുള്ള കടമയുണ്ട്. 10 കൽപ്പനകൾ നമ്മെ കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ നാം കണ്ടു. അപ്പോൾ ഈ കൽപ്പനകൾ പാലിക്കുന്നത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയുടെ പ്രകടനമാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കൽപ്പനകൾ പാലിക്കുന്നതിനെക്കുറിച്ചോ പാലിക്കാതിരിക്കുന്നതിനെക്കുറിച്ചോ ഒക്കെ നമ്മെ വിധിക്കുമ്പോഴും മറ്റുള്ളവരെ വിധിക്കുമ്പോഴും ഓർക്കേണ്ട ചില പോയിന്റുകൾ, ധ്യാനിക്കാനുള്ള ചില പോയിന്റുകളാണ്. ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ പാപ പ്രവൃത്തികളെല്ലാം ദൈവം വെറുക്കുന്ന പ്രവൃത്തികളാണ്. ദൈവത്തിന് അതൊന്നും ദൈവവുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല. എല്ലാത്തരം തിന്മകളും ദൈവം വെറുക്കുന്നു. പക്ഷേ പാപിയെ ദൈവം സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ, പാപം ചെയ്യുന്ന വ്യക്തികളെ ദൈവം സ്നേഹിക്കുകയാണ്. അവസാന നിമിഷം വരെ സ്നേഹിക്കും. കൽപ്പന പാലിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ നേടുന്നു, കൽപ്പന ലംഘിക്കുമ്പോൾ മനുഷ്യന് ദൈവത്തെ നഷ്ടമാകുന്നു. ദൈവത്തെ നേടാനുള്ള വഴികളായിട്ടാണ് കൽപ്പന പാലിക്കാൻ ദൈവം പറഞ്ഞേക്കുന്നത്. അപ്പോൾ പാലിച്ചാൽ നമുക്ക് ദൈവത്തെ കിട്ടും, ദൈവത്തോടൊത്ത് ജീവിക്കാൻ സാധിക്കും, നിത്യജീവൻ സ്വന്തമാകും. പാലിച്ചില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ നഷ്ടമാകും. കൽപ്പന പാലിക്കാത്തവർ ദൈവത്തെ നഷ്ടമാക്കുന്നു. പക്ഷേ തന്നെ നഷ്ടമാക്കുന്ന മനുഷ്യനെ നേടാനായി അവസാനം വരെ ശ്രമിക്കുന്നവനാണ് ദൈവം. കൽപ്പനകൾ ലംഘിച്ചും തന്നെ നഷ്ടമാക്കുന്ന, തന്നിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ്റെ പിറകെ നടന്ന് എങ്ങനെയെങ്കിലും അവനെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് കൽപ്പന ലംഘനങ്ങൾ വന്നു പോകുമ്പോൾ നാം സ്വയം നിരാശപ്പെടാനും പാടില്ല. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ മറ്റുള്ളവർ കൽപ്പന പാലിക്കുന്നുണ്ടോ പാലിക്കുന്നില്ലായോ എന്നുള്ള വിധി പ്രസ്താവനകൾ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ദൈവ സ്വഭാവം, തന്നെ നഷ്ടമാക്കുന്നവരെയും എത്ര പരിശ്രമിച്ചാലും അവസാന നിമിഷം വരെ ഒരു മനുഷ്യന് ചാൻസ് കൊടുക്കും ദൈവം. തിരഞ്ഞെടുക്കാനുള്ള അവസാന നിമിഷം വരെ ഒരു അവസരം ദൈവം മനുഷ്യർക്ക് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് വിധി പറയാൻ അവസാന നിമിഷമേ ഒരാളെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അയാൾ സ്വീകാര്യനായോ അല്ലയോ എന്ന് വിധി പറയാൻ മനുഷ്യർക്കാർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് അപരനെ വിധിക്കരുത് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ അപാരമാണ്. പാപം പെരുകുമ്പോൾ കൃപയും അതിലേറെ പെരുകുന്നു. മനുഷ്യൻ പാപം ചെയ്യാൻ കാണിക്കുന്ന തീഷ്ണത, എത്രമാത്രം പാപം ചെയ്തു കൂട്ടുന്നു അത്രയും ദൈവം കൃപ ചൊരിയുന്നു മനുഷ്യൻ്റെ മേൽ. മനുഷ്യനെ കൃപ കൊണ്ട് പൊതിയുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അതുകൊണ്ടെന്താ, നമുക്ക് പാപം ചെയ്ത ശേഷം അങ്ങനെയാണെങ്കിൽ കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചിട്ട്, കൽപ്പനകളെ കാര്യമാക്കാതെ ജീവിച്ചിട്ട് അവസാനം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ പോരെ? ദൈവത്തിൻ്റെ കൃപ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയില്ലേ? അങ്ങനെയില്ല. ജീവിതത്തിലുടനീളം കൃപ സ്വീകരിച്ച് ശീലിച്ചാൽ മാത്രമേ മരണസമയം ദൈവകൃപ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴും ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്ക് അവസാന നിമിഷം ദൈവകൃപയിൽ ആശ്രയിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അത് അസാധ്യമായ കാര്യമാണ്. അത്ഭുതം എന്തെങ്കിലും സംഭവിച്ചാലേ അത് നടക്കുകയുള്ളൂ.
ഇവിടെ യേശുവിൻ്റെ കൂടെ ക്രൂശിതരായ 2 കള്ളന്മാരുണ്ട്, ക്രൂശിക്കപ്പെട്ടവർ. അവരെ സംബന്ധിച്ച് രക്ഷ അല്ലെങ്കിൽ യേശുവിലൂടെ ദൈവം നൽകുന്ന കൃപ വലതുവശത്തെ കള്ളനും ഇടതുവശത്തെ കള്ളനും തുല്യ ദൂരത്തിലാണ്. രണ്ടുപേർക്കും അത് ഒരുപോലെ സമീപസ്ഥമായിരുന്നു. പക്ഷേ ഒരാൾക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. വലതുവശത്തെ കള്ളൻ യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷം, രക്ഷയുമായിട്ട് നേർക്കുനേർ വന്ന നിമിഷം തന്നെ അത് സ്വീകരിച്ച മനുഷ്യനാണ്. അപ്പോൾ യേശുവിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ യേശുവിലൂടെ ലഭ്യമാകുന്ന രക്ഷ സ്വന്തമാക്കാൻ കഴിഞ്ഞ ആളാണ് വലതുവശത്തെ കള്ളൻ. ഇടതുവശത്തെ കള്ളൻ അത് സാധിച്ചില്ല. അതുകൊണ്ട് കൽപ്പനകൾ പാലിച്ച് ദൈവകൃപ സ്വീകരിച്ച് ഒരു ശീലമായെങ്കിലേ മരണസമയത്തും നാം ദൈവകൃപ സ്വീകരിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ച് മരിക്കുകയും ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം ദൈവത്തെ കൽപ്പനകൾ ലംഘിച്ച് ശീലമായി ദൈവകൃപ നിരസിച്ച് അതൊരു സ്വഭാവമായി കഴിഞ്ഞെങ്കിൽ മരണസമയവും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമുക്ക് ദൈവകൃപ പ്രയോജനപ്പെടുത്താൻ ആയിട്ട് സാധിക്കുകയില്ല. കൽപ്പന പാലിക്കുക എന്ന് പറയുമ്പോൾ കൽപ്പനകൾക്ക് വേറൊരു പേരാണ് വചനം. വചനമനുസരിച്ച് ജീവിക്കുക എന്നാണ് കൽപ്പന പാലിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് നാം ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ കണ്ടു. അതിൻ്റെ അർത്ഥം ഈ 10 കൽപ്പനകളിൽ നാം കണ്ട കാര്യങ്ങൾ മാത്രം പാലിക്കാനല്ല നമ്മുടെ ഉത്തരവാദിത്വം. വചനം പറയുന്ന കാര്യങ്ങൾ, ബൈബിൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും ഒരു കൽപ്പന നന്നായിട്ട് പാലിക്കുന്നു, മറ്റു കൽപ്പനകളിൽ വീഴ്ച വരുത്തുന്നു എന്ന് വരുന്നതും സ്വീകാര്യമല്ല. വചനം പാലിക്കുമ്പോൾ എല്ലാം പാലിക്കാൻ, ദൈവം പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒരുപോലെ പ്രാധാന്യം നൽകി ജീവിക്കാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. കൽപ്പന അനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു സമൂഹം ആണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു സമൂഹം, ഈ കൽപ്പനകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുസരിച്ച് ക്രമപ്പെടുത്തപ്പെട്ട ഒരു സമൂഹം, അതാണ് കൽപ്പനകൾ ലക്ഷ്യം വെക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.